this webinar to do. സയൻസിന് ശേഷമുള്ള ഉപരിപഠനത്തെ സംബന്ധിച്ച് അപ്പൊ ഈ പൊതുവെ ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ ആളുകൾ തന്നെ സയൻസ് +2 ഉപരിപഠനത്തിനായി തിരഞ്ഞെടുക്കുന്നത് ധാരാളം കോഴ്സുകളിലേക്ക് ഒരേ സമയം പോകാനായിട്ട് കഴിയും എന്നതുകൊണ്ടാണ്. ലോകത്ത് ഒരുപാട് കോഴ്സുകളുണ്ട്, ആയിരക്കണക്കിന് കോഴ്സുകളുണ്ട്, നിരവധി ഉപരിപഠന സാധ്യതകളുണ്ട്. അപ്പൊ അത്തരം കോഴ്സുകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് +2 സയൻസ് ആണ് എടുത്തതെങ്കിൽ മിക്കവാറും എല്ലാ കോഴ്സുകളിലേക്കും ഒരേ എൻട്രി കിട്ടും. ആ ഒരേ എൻട്രി കിട്ടുന്നത് കൊണ്ടാണ് സയൻസ് എടുക്കാൻ പലരും താല്പര്യപ്പെടുന്നത്. എസ്പെഷ്യലി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 വിഷയങ്ങൾ പഠിച്ചാലേ നമുക്ക് മെഡിക്കൽ ഫീൽഡിൽ ഒരു ഉപരിപഠനം നടത്താനായിട്ട് കഴിയും. അതേസമയം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ സബ്ജക്റ്റുകൾ ഉപരിപഠനത്തിനായി തിരഞ്ഞെടുത്താൽ മാത്രമാണ്, അല്ലെങ്കിൽ +2 അതൊരു സബ്ജക്റ്റ് ആയിട്ട് എടുത്താൽ മാത്രമാണ് നമുക്ക് ടെക്നിക്കൽ മേഖലയിൽ, എസ്പെഷ്യലി എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ ഉപരിപഠനം നടത്താനായിട്ട് പറ്റുന്നത്. അപ്പം +2 സയൻസിന് ശേഷം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് നമ്മൾ പഠിച്ചതെങ്കിൽ നമുക്ക് പോകാൻ കഴിയുന്ന, അഡ്മിഷൻ എടുക്കാൻ കഴിയുന്ന ഹയർ എഡ്യൂക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് മെഡിക്കൽ മേഖല, മെഡിക്കൽ വിദ്യാഭ്യാസം. MBBS, BDS, BAMS, BHMS, BVSc ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, BUMS, BSMS, സിദ്ധ ഇങ്ങനെയുള്ള കോഴ്സുകൾ. ഡോക്ടർ ആവാൻ താല്പര്യമുള്ള, ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ജോലിയെടുക്കാൻ താല്പര്യമുള്ള, അത് ഗവൺമെന്റ് സെക്ടറിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും ഒക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ ജോലി ചെയ്യാൻ തെരഞ്ഞെടുക്കേണ്ട കോഴ്സ് ഇതാണ്. MBBS, BDS, BAMS, BHMS അങ്ങനെയുള്ള കോഴ്സുകൾ. അതിൽ MBBS പരീക്ഷയ്ക്കും ഇങ്ങനെയുള്ള BDS, BAMS പരീക്ഷയ്ക്കൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീറ്റ് പരീക്ഷ എഴുതണം. ഇന്ത്യയിൽ നീറ്റ് പരീക്ഷ എഴുതി ക്വാളിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ നടത്തേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ഉപരിപഠനം തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെയാണ് പോവേണ്ടത്. വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് MBBS പഠിക്കാനും ഇന്ത്യൻ സ്റ്റുഡൻസ് നീറ്റ് പരീക്ഷ എഴുതി ക്വാളിഫൈ ചെയ്യണം. ഇന്ത്യയിലോ വിദേശത്തോ MBBS പഠിക്കാം, ഇന്ത്യയിലോ വിദേശത്തോ BDS പഠിക്കാം. പിന്നെ ഇന്ത്യയിൽ തന്നെ പഠിക്കുന്ന കോഴ്സുകളാണ് ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി. ഹോമിയോപ്പതിയും വിദേശത്ത് പഠിക്കാൻ പറ്റും. ഹോമിയോപ്പതി, യുനാനി, നാച്ചുറോപ്പതി, സിദ്ധ, വെറ്ററിനറി ഇങ്ങനെയുള്ള മേഖലകൾ ഉപരിപഠനത്തിന് തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. അത്യാവശ്യം പഠിക്കാൻ താല്പര്യവും ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ജോലി എടുക്കാനുള്ള താല്പര്യവും ദീർഘനാൾ ഈ മേഖലയിൽ പഠനവും ഗവേഷണവും ഒക്കെ നടത്തിയിട്ട് നല്ല കരിയർ ഗ്രാഫ് ഉള്ള ഒരു പ്രൊഫഷണൽ ആവാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ആ മേഖലയിൽ നല്ലൊരു ഉപരിപഠനം തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പൊ MBBS, BDS, BAMS, BHMS അങ്ങനെയുള്ള കോഴ്സുകൾ. ഇനി ഇതല്ലെങ്കിൽ രണ്ടാമത്തെ വിഭാഗമാണ് MBBS-ഉമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർ ആവാനുള്ള കോഴ്സുകളിലേക്ക് പോകാൻ നമുക്ക് വലിയ കൃത്യമായ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ, അങ്ങനെ നീറ്റ് പരീക്ഷയൊക്കെ എഴുതിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്കോർ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ, ആ രീതിയിലുള്ള ഒരു ഹയർ എഡ്യൂക്കേഷന് പോകാൻ നമുക്ക് ആ സമയത്ത് ഒരു വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു പാരാമെഡിക്കൽ സ്ട്രീം നല്ലതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പാരാമെഡിക്കൽ സ്ട്രീമിനെ കുറിച്ച് മാത്രം പറഞ്ഞിരുന്നു. ഏകദേശം 40-ലധികം സ്പെഷ്യലൈസേഷൻ ഉണ്ട് പാരാമെഡിക്കൽ മേഖലയിൽ. 2 വർഷത്തെ ദൈർഘ്യമുള്ള കോഴ്സ് തൊട്ട് 6 വർഷം ദൈർഘ്യമുള്ള കോഴ്സുകൾ വരെ പഠിക്കാൻ പറ്റും. ചില പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ജിപ്മർ, പുതുച്ചേരി അങ്ങനെയുള്ള ചില സ്ഥാപനങ്ങൾക്ക് പരീക്ഷയുണ്ട്. ടെസ്റ്റ് നടത്തിയിട്ട് അഡ്മിഷൻ നടത്തുന്നു എന്നതിൽ കവിഞ്ഞ് ബാക്കി എല്ലാ സ്ഥാപനങ്ങളിലേക്കും മാർക്ക് പ്രകാരമാണ് അഡ്മിഷൻ. കേരളത്തിൽ ഗവൺമെന്റിന്റെ അതോറിറ്റി ആയിട്ടുള്ള LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് കേരളത്തിലെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ നടത്തുന്നത്. 2 വർഷത്തെ ഡിപ്ലോമയുണ്ട്, 4.5 വർഷം ദൈർഘ്യമുള്ള അല്ലെങ്കിൽ 6 വർഷം ദൈർഘ്യമുള്ള, 3.5 വർഷം ദൈർഘ്യമുള്ള വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ. നല്ല കരിയർ വൈവിധ്യങ്ങളുള്ള മേഖലയാണ് പാരാമെഡിക്കൽ സ്ട്രീം. ആരോഗ്യ സംരക്ഷണ മേഖല നല്ല ഗ്രോത്ത് ഉള്ള മേഖലയാണ്. തീർച്ചയായിട്ടും തൊഴിലവസരങ്ങൾ ഉണ്ട്. ആ മേഖലയിൽ ഏത് കാലത്തും ജോബ് ഓപ്പണിംഗ് ഉണ്ട്. ഇന്ത്യയിലായാലും വിദേശത്തായാലും ഏറ്റവും അധികം ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു മേഖലയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മളുടെ പാരാമെഡിക്കൽ മേഖല. അലൈഡ് ഹെൽത്ത് സയൻസ് എന്നാണ് ഈ മേഖലയെ വിളിക്കേണ്ടത് എന്നാണ് വിദഗ്ധർ പല സമയത്തും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സാണ് നഴ്സിംഗ്, ഫാർമസി, മെഡിക്കൽ ലാബ് ടെക്നോളജി, ഫിസിയോതെറാപ്പി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ഒപ്റ്റോമെട്രി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, അനസ്തേഷ്യ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കോഴ്സുകളാണ്. അപ്പോ പിന്നെ നമ്മൾ അത്തരം കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ പിന്നെ ഈ FARMD എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. 6 വർഷത്തെ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആവാനുള്ള കോഴ്സാണ്. അതേസമയം പുതിയ കാലത്ത് പുതിയ കുറെ കോഴ്സുകൾ വന്നിരിക്കുന്നത് ഫിസിഷ്യൻ അസിസ്റ്റന്റ്, മെഡിക്കൽ ഫിസിക്സ്, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി നേരത്തെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഒക്യുപേഷണൽ തെറാപ്പി, അനസ്തേഷ്യ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഡെന്റൽ ഹൈജീനിസ്റ്റ് ഇങ്ങനെയുള്ള കുറെ കോഴ്സുകളൊക്കെ നമുക്ക് പാരാമെഡിക്കൽ സ്ട്രീമിൽ പഠിക്കാവുന്നതാണ്. +2 മാർക്ക് പ്രകാരം അഡ്മിഷൻ കിട്ടും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിട്ടില്ലെങ്കിലും +2 കമ്പ്യൂട്ടർ സയൻസോ മറ്റോ പഠിച്ചവരുണ്ടാവും. VHSCയിൽ മാത്തമാറ്റിക്സ് ഉള്ള ഗ്രൂപ്പ് പഠിച്ച ആൾക്കാരുണ്ടാവും. VHSCയിൽ ബയോളജി ഉള്ള ഗ്രൂപ്പും മാത്സ് ഉള്ള ഗ്രൂപ്പും ഉണ്ട്.
ബയോളജി ഉള്ള ഗ്രൂപ്പ് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം പാരാമെഡിക്കൽ എല്ലാ സ്ട്രീം പറ്റും. മാത്സ് പഠിച്ച ആളുകളാണെങ്കിൽ അവർക്ക് ഫാർമസി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ തെരഞ്ഞെടുത്ത് പഠിക്കാനായിട്ട് പറ്റും. പാരാമെഡിക്കൽ ഈ മെഡിക്കൽ മേഖല അല്ലെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ തൊഴിലവസരം മെഡിക്കൽ മേഖലയിൽ തന്നെ ഈ ഡോക്ടർ ആവുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ഗ്രാജുവേഷൻ അങ്ങനെയുള്ള കോഴ്സ് അല്ലെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അവസരം കിട്ടുന്നതും ഒരുപാട് പഠന സാധ്യതയുള്ളതുമായിട്ടുള്ള മേഖലയാണ് ഈ പറഞ്ഞ പാരാമെഡിക്കൽ മേഖല. വളരെയധികം സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ആ മേഖലയിൽ ഉപരിപഠനം നടത്താം. ഇന്ത്യയിലും വിദേശത്തും ഒക്കെ നിരവധി തൊഴിലവസരങ്ങളുണ്ട്. രാജ്യത്തിനകത്തും ഒക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പൊ അതിൽ ഈ ഫാംഡി മാത്രമാണ് കുറച്ച് കാലദൈർഘ്യമുള്ള കോഴ്സ്, 6 വർഷത്തെ കോഴ്സ്. ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആവാം എന്നതാണ് ആ ജോലിയുടെ ഒരു പ്രത്യേകത. സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ചികിത്സാ രീതികളോ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോസസ്സിങ്ങിലെ കാര്യങ്ങളോ ഒക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഓരോ രാജ്യങ്ങളും ഓരോ വ്യത്യസ്തതയുണ്ട്. അപ്പൊ ഇത്തരം ടെക്നീഷ്യൻസിനും പ്രൊഫഷണൽസിനും ഒക്കെ പുറത്തൊക്കെ ജോലി കിട്ടാനുള്ള സയൻസ് എന്ന് പറഞ്ഞ വിഭാഗമാണ്. അതിലാണ് ബയോടെക്നോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, മെഡിക്കൽ ബയോകെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ആസ്ട്രോഫിസിക്സ്, പ്ലാസ്മ ഫിസിക്സ് ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ വരുന്നത്. ഈ കോഴ്സുകളൊക്കെ തെരഞ്ഞെടുത്ത് പഠിക്കുമ്പോൾ ചെയ്യേണ്ടത് പ്ലസ് ടു ശേഷം നമ്മൾ ചെയ്യേണ്ടത് പ്ലസ് ടുവിന് ശേഷം നമ്മൾ നേരിട്ട് ഡിഗ്രി BSc ബയോടെക്നോളജിയോ BSc മൈക്രോബയോളജി അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കാം. അതിനുശേഷം അതിന്റെ ഹയർ എഡ്യൂക്കേഷൻ നടത്തുക, MSc വരെയൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ അതിനുശേഷം PhD വരെയൊക്കെ പോവുക. അങ്ങനെ ഗവേഷണ മേഖലയിൽ നിരവധി അവസരങ്ങളുള്ള പിന്നെ വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ്. നിരവധി അവസരങ്ങളുണ്ട്. അങ്ങനെ തന്നെ പറയണം. നമ്മളിങ്ങനെ ആശ്ചര്യത്തോടെ ഒന്നും പറയേണ്ടതല്ല. കാരണം എല്ലാ കാലത്തും അവസരങ്ങളുള്ള പഠന മേഖലയാണ് ഈ അലൈഡ് സയൻസ് എന്ന് പറഞ്ഞ വിഭാഗം. അലൈഡ് സയൻസ് മേഖലയിൽ വലിയ തോതിലുള്ള അവസരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ബയോടെക്നോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, മെഡിക്കൽ ബയോകെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ആസ്ട്രോഫിസിക്സ്, പ്ലാസ്മ ഫിസിക്സ് ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ ഉപരിപഠനം നടത്താം. എസ്പെഷ്യലി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഖലയിലൊക്കെ നമ്മൾ അടുത്ത കാലത്ത് കണ്ടുവരുന്നത് ലൈഫ് സയൻസിൽ ഒരു റിസർച്ച് നടക്കുന്നുണ്ട്. ആ ലൈഫ് സയൻസിലെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ജോലി കിട്ടാൻ അവസരങ്ങൾ ഉള്ളതുകൊണ്ട് ആ മേഖലയിലുള്ള ഉപരിപഠനമൊക്കെ തിരഞ്ഞെടുക്കുന്നത് താരതമ്യേന വളരെ നല്ല കരിയർ പ്ലാനിംഗ് ആയിട്ടാണ് പറയപ്പെടുന്നത്. പിന്നെയുള്ളത് ബേസിക് സയൻസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്തമാറ്റിക്സ് ഇങ്ങനെയുള്ള കോഴ്സുകൾ. അപ്പൊ ഈ കോഴ്സുകൾ പ്യുവർ സയൻസ് തന്നെ പഠിച്ചിട്ട് നമുക്ക് ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോൾ നമുക്ക് ലൈഫ് സയൻസിലേക്കോ അലൈഡ് സയൻസിലേക്കോ ഒക്കെ മാറാൻ പറ്റും. ടീച്ചിങ് ഒരു പ്രധാനപ്പെട്ട പഠന മേഖല, തൊഴിൽ മേഖലയാണ്. റിസർച്ച് നല്ലൊരു മേഖലയാണ്. അങ്ങനെയൊക്കെ വരാം. പിന്നെയുള്ളത് നാച്ചുറൽ സയൻസ് ആണ്. നാച്ചുറൽ സയൻസ് വിഭാഗത്തിലാണ് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, അക്വാകൾച്ചർ, എൻവയോൺമെന്റൽ സയൻസ്, എർത്ത് സയൻസ്, ജിയോളജി, ജിയോഗ്രഫി ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ വരുന്നത് ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ്. അത്തരം മേഖലയിലും നമ്മളൊരു സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നാച്ചുറൽ സയൻസ് വിഭാഗത്തിലോ ലൈഫ് സയൻസ് വിഭാഗത്തിലോ അലൈഡ് സയൻസ് വിഭാഗത്തിലോ ഒക്കെ പഠനം പൂർത്തീകരിക്കുന്നത് ഹയർ എഡ്യൂക്കേഷന് വളരെയധികം നല്ലതാണ്. പിന്നെ ഈ മേഖലയിലൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കോഴ്സ് പഠിക്കാനായിട്ട് തന്നെ തിരഞ്ഞെടുക്കണം. വെറുതെ ഒരു ഗ്രാജുവേഷൻ എന്ന രീതിയിൽ മാത്രം ആയി പോകരുത്. നല്ല ഹയർ എഡ്യൂക്കേഷൻ നടത്തി ദീർഘനാൾ പഠനമൊക്കെ പൂർത്തീകരിച്ച് ഗവേഷണ മേഖലയിലോ അധ്യാപന മേഖലയിലോ സർക്കാർ മേഖലയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ഒക്കെ ജോലി എടുക്കാനുള്ള അവസരമുണ്ട്. പിന്നെ വിദേശത്തുള്ള സാധ്യതകളെ കുറിച്ച് നമ്മൾ ഇപ്പൊ പറയുമ്പോൾ നിലവിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു അവസ്ഥ, ഇപ്പൊ COVID-19 ഔട്ട് ബ്രേക്ക് വന്നതിന് ശേഷം നമ്മൾ വിദേശം എന്നൊക്കെ പറയുമ്പോൾ വലിയ കുഴപ്പമുണ്ട്. കാരണം അതിനേക്കാൾ വലിയ മാതൃക കേരളമായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്ന വിശദാംശങ്ങൾ. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മൾ വിദേശം ഇപ്പോഴത്തെ ഒരു നിലവിലെ സാഹചര്യം മാത്രമാണ്. അത് താരതമ്യേന ക്ലിയർ ആയിട്ട് അങ്ങ് പോകും. തൊട്ടടുത്ത ഘട്ടത്തിൽ തന്നെ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് വിദേശ രാജ്യങ്ങൾക്ക് ജോലി കിട്ടാനുള്ള അവസരമുണ്ട്. അപ്പം നാച്ചുറൽ സയൻസിന് സാധ്യത. പിന്നെയുള്ളത് അപ്ലൈഡ് സയൻസ് ആണ്. അപ്ലൈഡ് സയൻസ് വിഭാഗത്തിലെ പ്രധാനപ്പെട്ട കോഴ്സുകളാണ് കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ. സ്റ്റാറ്റിസ്റ്റിക്സ്, പുതിയ കാലത്ത് വന്നിരിക്കുന്ന ഡാറ്റ സയൻസ്, ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, റോബോട്ടിക്സ് ഇങ്ങനെയുള്ള കുറെ മേഖലയൊക്കെ അപ്ലൈഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ്. ആ മേഖലയിലൊക്കെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ അങ്ങനെ പഠിക്കാം. അപ്പോൾ എസ്പെഷ്യലി BCA, BSc കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് ആ മേഖലയിൽ ഒരു ഉപരിപഠനം തിരഞ്ഞെടുക്കുന്നതും വളരെയധികം നല്ലത് തന്നെയാണ്. അതേസമയം ഈ എന്താ പറയാ പ്ലസ് ടുവിന് ശേഷം സയൻസ് പഠിച്ചാൽ തന്നെ സാധാരണ കുറെ കുട്ടികളൊക്കെ എഞ്ചിനീയറിംഗിന് പോകുന്നതിന് പകരം പോളിടെക്നിക്കൽ ഡിപ്ലോമ പഠിക്കാറുണ്ട്. പോളിടെക്നിക്കൽ ഡിപ്ലോമ എഞ്ചിനീയറിംഗിന് കിട്ടുന്ന അതേ സബ്ജക്റ്റുകളുടെ ഡിപ്ലോമ ആയിരിക്കും. 3 വർഷത്തെ പഠനം. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം പ്ലസ് ടു സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് ലാറ്ററൽ എൻട്രി പോലും ഉണ്ട് പോളിടെക്നിക്കിൽ. പിന്നെ 2 വർഷം പഠിച്ചാൽ മതി. അപ്പോൾ പോളിടെക്നിക് 3 വർഷം പഠിച്ചതിന് ശേഷം ലാറ്ററൽ എൻട്രി ടെസ്റ്റ് എഴുതിയിട്ട് ബിടെക്കിന് അഡ്മിഷൻ വാങ്ങിക്കാം. അങ്ങനെ ബിടെക്കിന് അഡ്മിഷൻ വാങ്ങിയതിന് ശേഷം നമുക്ക് ആ മേഖലയിൽ നല്ലൊരു ഉപരിപഠനം തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധ്യത കൂടെ നമുക്ക് ഇതിനകത്ത് കണ്ടെത്താം.
എഞ്ചിനീയറിംഗ് മേഖല, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, സത്യം പറഞ്ഞാൽ അതിനകത്ത് 40-ലധികം സ്പെഷ്യലൈസേഷൻ കാണാൻ പറ്റും. പണ്ട് മുതലേ കുട്ടികൾ പഠിച്ചു വരുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇങ്ങനെയുള്ള കുറെ കോഴ്സുകൾ. അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ പുതിയ കാലത്താണെങ്കിൽ ഇടക്കാലത്ത് കുട്ടികൾക്ക് കുറച്ചുകൂടെ താല്പര്യം ഉണ്ടായിരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, അങ്ങനെയൊക്കെ ആയിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, IT എഞ്ചിനീയറിംഗ്. പിന്നീട് ചെറിയൊരു മാറ്റമൊക്കെ വന്നു. കുട്ടികൾക്ക് കുറച്ചുകൂടെ താല്പര്യം പെട്രോളിയം എഞ്ചിനീയറിംഗ്, പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ്, മൈനിങ് എഞ്ചിനീയറിംഗ്, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയറിംഗ്, അങ്ങനെയൊക്കെയായി. ഇപ്പോൾ ഒന്നുകൂടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിന് തൊഴിലവസരങ്ങൾ കുറച്ചുകൂടെ കൂടും. അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെയുള്ള കുറെ സാധ്യതയുള്ള മേഖലകൾ വരും. ഫുഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ്, ജനറ്റിക് എഞ്ചിനീയറിംഗ്, സ്പോർട്സ് എഞ്ചിനീയറിംഗ്, ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെയുള്ള മേഖലകളൊക്കെ നല്ല പഠന സാധ്യതയുള്ള മേഖലയായിട്ട് വരും. എഞ്ചിനീയറിംഗിൽ ഏത് ബ്രാഞ്ച് പഠിച്ചാലും നമുക്ക് നല്ല ഹയർ എഡ്യൂക്കേഷൻ നടത്താം. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അപ്ലൈഡ് സയൻസ് മേഖലയിലേക്കോ ടെക്നിക്കൽ സൈഡിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ആ മേഖലയിൽ ഉപരിപഠനം നടത്തിയിട്ട് നല്ല തൊഴിലവസരങ്ങൾ നേടിയെടുക്കാനുള്ള സാഹചര്യം ആ മേഖലയിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. അങ്ങനെ എഞ്ചിനീയറിംഗ് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മെഡിക്കൽ, പാരാമെഡിക്കൽ, അലൈഡ് സയൻസ്, ബേസിക് സയൻസ്, അപ്ലൈഡ് സയൻസ്, നാച്ചുറൽ സയൻസ്, അതേസമയം ഞാനിപ്പോ പറഞ്ഞ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഇത്രയും മേഖലകളിലാണ് ഉപരിപഠനം അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയും സാധ്യതയുള്ള മേഖല ഇതിനകത്തുണ്ട്. ഒരുപാട് കോഴ്സസ് ഉണ്ട് എന്നുള്ളതാണ്. ഇതല്ലെങ്കിൽ കൊമേഴ്സ് മേഖലയിലേക്ക് മാറിപ്പോകാം, അങ്ങനെ ഒരു വഴിയാവാം. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഉപരിപഠനം നടത്താൻ സയൻസ് പഠിച്ച കുട്ടികൾക്ക് കഴിയുന്നുണ്ട്. MBBS പഠിക്കാനൊക്കെ ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ജിപ്മർ പുതുച്ചേരി, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് ജിപ്മർ, ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെ, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ലുധിയാന, ഇങ്ങനെയുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. അവിടെയൊക്കെ പഠിക്കാം. ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാം. സയൻസ് തന്നെ, പ്യൂർ സയൻസ് തന്നെ പഠിച്ചു പോകാനാണ് താല്പര്യമെങ്കിൽ BSc ഫിസിക്സ്, MSc ഫിസിക്സ്, അതിന്റെ കൂടെയൊക്കെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ നടത്താൻ പറ്റും. ആഡ് ഓൺ കോഴ്സ് ആയിട്ട് മേജർ ആയിട്ട് ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഒക്കെ പഠിക്കേണ്ടി വരും. അത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായിട്ടുള്ള IIT-കളിൽ ഇന്റഗ്രേറ്റഡ് MSc, IISc ബാംഗ്ലൂരിൽ ഇന്റഗ്രേറ്റഡ് MSc, ഇങ്ങനെയുള്ള കുറെ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കാൻ പറ്റും. അതേസമയം IISc ബാംഗ്ലൂർ, ഐസർ ട്രിവാൻഡ്രം, മൊഹാലി, കൊൽക്കത്ത, പൂനെ, ഭോപ്പാൽ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അവിടെയൊക്കെ ആവാം. ബിറ്റ്സിൽ പഠിക്കാം. ഒരുപാട് സ്ഥാപനങ്ങൾ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കുസാറ്റിൽ പഠിക്കാം. നല്ല പ്രാധാന്യമുള്ള സ്ഥാപനമാണ്. കുസാറ്റിലെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ ഉണ്ട് അവിടെ. നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, ഹാർബർ എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള കോഴ്സുകൾ, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സസ് നേരത്തെ പറഞ്ഞ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അവൈലബിൾ ആണ്. കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ കീം പരീക്ഷയാണ് എഴുതേണ്ടത്. അതിന്റെ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും എഴുതണം. ഫസ്റ്റ് പേപ്പർ ഫിസിക്സും കെമിസ്ട്രിയും, സെക്കൻഡ് പേപ്പർ മാത്തമാറ്റിക്സും ആയിരിക്കും. ഫസ്റ്റ് പേപ്പർ ഫിസിക്സും കെമിസ്ട്രി എഴുതിയാൽ നമുക്ക് ഫാർമസി കോഴ്സിന് അഡ്മിഷൻ കിട്ടും. BPharm, PharmD തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾക്ക് അഡ്മിഷന് ആദ്യത്തെ 2 പേപ്പർ. എഞ്ചിനീയറിംഗിനാണെങ്കിൽ ആദ്യത്തെ 1 പേപ്പറും രണ്ടാമത്തെ പേപ്പറും, ആദ്യത്തെ 2 പേപ്പറല്ല, ഒരു പേപ്പർ തന്നെയാണ്, 2 സബ്ജക്ട് എന്നാണ് പറയുക. ഫിസിക്സ്, കെമിസ്ട്രിയും പിന്നെ മാത്സും കൂടെ എഴുതണം. കീം. പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ നടക്കുന്നത് LBS സെന്റർ വഴിയാണ്. എൻട്രൻസ് ഇല്ല. +2 മാർക്ക് പ്രകാരം അഡ്മിഷൻ. അപേക്ഷ വിളിച്ചിട്ടില്ല. +2 റിസൾട്ട് വരണം. വന്നതിന് ശേഷമാണ് സ്വാഭാവികമായിട്ടും വിളിക്കാറുള്ളത്. അതിന്റെ കൂടെ തന്നെ നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വരുന്നതോടുകൂടി തന്നെ ആ മേഖലയിൽ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ +2 മാർക്ക് പ്രകാരം നമുക്ക് കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം. കേരളത്തിൽ 10-ൽ താഴെ കോഴ്സുകൾ മാത്രമാണ് പാരാമെഡിക്കൽ മേഖലയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ കേരളത്തിന് പുറത്തായിരിക്കും. ബന്ധപ്പെട്ട അതോറിറ്റികളുടെ അഫിലിയേഷനുള്ള ഏത് സ്ഥാപനങ്ങളും പഠിക്കാം. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആവാം, ഡീംഡ് യൂണിവേഴ്സിറ്റി ആവാം. ബാംഗ്ലൂരിലൊക്കെ ആണെങ്കിൽ രാജീവ് ഗാന്ധി ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനുള്ള കോളേജിലാവാം. തമിഴ്നാട്ടിൽ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനുള്ള കോളേജ് ആവാം. കേരളത്തിൽ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനുള്ള കോളേജിലാണ് പഠിക്കേണ്ടത്. പിന്നെ സ്വകാര്യ സ്വാശ്രയ മേഖലയിലാണ് പാരാമെഡിക്കൽ കോഴ്സസ് കൂടുതൽ ഉണ്ടാവുക. ചെറിയ ഫീസിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യതയുള്ളതുകൊണ്ട് ആ മേഖലയിൽ നമുക്ക് അങ്ങനെ ഒരു അവസരം നേടി നമ്മൾ ആ മേഖലയിൽ എത്തിപ്പെടാവുന്നതാണ്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് സയൻസ് നല്ല സാധ്യതയുള്ള മേഖലയാണ്. പിന്നെ എഞ്ചിനീയറിംഗിലാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം IIT-കളാണ്. പിന്നെ NIT-കളുണ്ട്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതേസമയം കൊച്ചിൻ യൂണിവേഴ്സിറ്റി നല്ല സ്ഥാപനമാണ്. കേരളത്തിൽ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ്, TKM എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലം, തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, മാർ അത്തനേഷ്യസ് കോളേജ് കോതമംഗലം, ഇതൊക്കെ കേരള സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കോഴ്സുകളിലേക്ക് പോകാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 6 മാസം തൊട്ട് 6 വർഷം വരെ ദൈർഘ്യമുള്ള കോഴ്സിലേക്ക് പോകാൻ പറ്റും. ഇനി സയൻസ് അങ്ങ് മതിയായാൽ കൊമേഴ്സിലേക്കുള്ള മറ്റു കോഴ്സിലേക്കും കൂടെ പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ കൊമേഴ്സിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസി, CMA,
CS ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിച്ച് പാസ്സാവുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ സയൻസ് പഠിച്ചവരാണ് കൂടുതലുള്ളത്. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടാവും. അങ്ങനെ ന്യൂമറിക്കൽ എബിലിറ്റി ഉള്ള കുട്ടികൾ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ ഉപരിപഠനം നടത്തുമ്പോൾ അവർക്ക് ഈ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ നല്ല നേട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിൽ നല്ലൊരു ഉപരിപഠനം ആവാം. യാതൊരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധ്യത നമുക്ക് അതിനകത്ത് കണ്ടെത്താനായിട്ട് കഴിയും എന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പാരാമെഡിക്കൽ സ്ട്രീം ഒരുപാടുണ്ട്. ഇങ്ങനെ പാരാമെഡിക്കൽ, മെഡിക്കൽ, അലൈഡ് സയൻസ് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇപ്പൊ ബയോടെക്നോളജിയുടെ ഒരു സാധ്യത പറഞ്ഞാൽ, നിലവിൽ ബയോടെക്നോളജി ഇന്ത്യയിൽ അത്ര വലിയ ക്ലച്ച് പിടിച്ചൊരു കോഴ്സ് അല്ല. വർഷങ്ങളായിട്ട് നമ്മൾ ബയോടെക്നോളജിക്ക് സാധ്യത വരും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ സാധ്യതയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇനി അങ്ങോട്ട് ഈ COVID-19 ഔട്ട് ബ്രേക്കിന് ശേഷം കരിയറിന്റെ ട്രെൻഡിൽ മാറ്റം ഉണ്ടാവും, എഡ്യൂക്കേഷന്റെ ട്രെൻഡിൽ മാറ്റം ഉണ്ടാവും, എംപ്ലോയ്മെന്റിന്റെ ട്രെൻഡിൽ മാറ്റം ഉണ്ടാവും. ഒരുപക്ഷെ അഗ്രികൾച്ചർ ഏറ്റവും ഡെവലപ്പ് ചെയ്യുന്നത് ഈ COVID-19 ഔട്ട് ബ്രേക്കിന് ശേഷമായിരിക്കും. ടെക്നിക്കലി എനേബിൾഡ് ആയിട്ടുള്ള കൾട്ടിവേഷൻ സമ്പ്രദായങ്ങളൊക്കെ ഇന്ത്യയിൽ ശക്തി പ്രാപിക്കും. അതുകൊണ്ട് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പഠിച്ചവർ, BSc അഗ്രികൾച്ചർ, MSc അഗ്രികൾച്ചർ പഠിച്ചവർ, അഗ്രോണമി പഠിച്ചവർ, അങ്ങനത്തെ ആളുകൾക്കൊക്കെ ആ മേഖലയിൽ വലിയ തോതിലുള്ള അവസരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ലൈഫ് സയൻസിൽ റിസർച്ച് കാര്യമായി നടക്കും. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ വലിയ തോതിലുള്ള ഗവേഷണങ്ങൾ നടക്കും. ഹോസ്പിറ്റലും ഹെൽത്ത് കെയർ മേഖലയും കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ കുറച്ചുകൂടെ സമ്പുഷ്ടമാകും എന്ന് വേണമെങ്കിൽ പറയാം. സ്ട്രോങ് ആവും, സോളിഡ് ആവും. അപ്പൊ അതുകൊണ്ട് ആ മേഖലയിലൊക്കെ പ്രൊഫഷണൽസിന് ധാരാളം തൊഴിലവസരങ്ങൾ കിട്ടും. അധ്യാപന മേഖലയിൽ സയൻസ് പഠിച്ച ആളുകൾക്കും, ഞാൻ ഈ പറയപ്പെട്ട ഏത് സബ്ജക്ട് പഠിച്ചാലും ടീച്ചിങ്ങിൽ പോകാൻ പറ്റും. ടീച്ചിങ്ങിന് ഇന്ന മേഖല എന്നൊന്നുമില്ല. സ്കൂൾ ലെവൽ ടീച്ചിങ്ങിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ബേസിക് സയൻസ് പഠിക്കുന്നത്. പ്രൊഫഷണൽ ലെവൽ ടീച്ചിങ്ങിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എന്താണോ പഠിച്ചിരിക്കുന്നത് അത് തന്നെ മതി ആ മേഖലയിൽ അങ്ങനെ പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എഞ്ചിനീയറിംഗിലാണെങ്കിൽ അതിനുശേഷം ബിടെക് കഴിഞ്ഞതിന് ശേഷം ഷോർട്ട് ടേം കോഴ്സസ് പഠിക്കാം. അല്ലെങ്കിൽ ഷോർട്ട് ടേം കോഴ്സ് പഠിക്കുന്നതിന് പകരം വേണമെങ്കിൽ PG, MSO, MEO പഠിക്കാം. അങ്ങനെയാവാം. MBBS ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ ധാരാളം ഉണ്ട്, ഡിപ്ലോമ കോഴ്സസ് ധാരാളം ഉണ്ട്. അത് ആയുർവേദത്തിനും ഹോമിയോപ്പതി, യുനാനിക്കൊക്കെ അതേപോലെ ഉണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കുകയാണെങ്കിൽ ഡിഗ്രിക്ക് ശേഷം മറ്റു കോഴ്സുകളുണ്ട്. BVOC പ്രോഗ്രാമുകളുണ്ട്, UGC അംഗീകരിച്ചിട്ടുള്ള. അതിന്റെ പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകൾ ഏത് പഠിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ മേഖലയിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള താല്പര്യമുണ്ടോ, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനുള്ള താല്പര്യമുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും നമുക്ക് അതിനകത്ത് കൃത്യമായിട്ടുള്ള അഭിരുചി ഉണ്ടോ എന്ന കാര്യം നമ്മൾ അറിയണം. നമുക്ക് കൃത്യമായിട്ടുള്ള അതിനോടുള്ള താല്പര്യം, ആ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള നമ്മളുടെ ഒരു ഇഷ്ടം, ഇതൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അതിനനുസരിച്ചാണ്. പിന്നെ നിലവിലുള്ള തൊഴിൽ സാധ്യത എന്നതിനേക്കാൾ ഭാവിയിൽ വരാൻ പോകുന്ന സാധ്യത. ഈ കോഴ്സ് പഠിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു 5 വർഷം ദൈർഘ്യമെങ്കിലും നമ്മൾ എടുക്കുന്നുണ്ട്. ആ 5 വർഷ കാലയളവിൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങൾ, ഇവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ, തൊഴിൽ മേഖലയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഒക്കെ. ഇനി ഓൺലൈൻ ജോബ്സിന്റെ ഒരു കാലം വന്നു. അപ്ലൈഡ് സയൻസ് വിഭാഗത്തിന് കൂടുതൽ തൊഴിലവസരങ്ങൾ വരുന്നു. വർക്ക് അറ്റ് ഹോം ഒരു പുതിയ കൾച്ചറായി മാറിയിരിക്കുന്നു. ഒരുപക്ഷെ ഭാവിയിൽ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ഒക്കെ വരാനുള്ള സാധ്യത താരതമ്യേന കൂടുതലാണ്. ഓപ്പൺ ബുക്ക് എക്സാം എന്ന് വെച്ചാൽ പുസ്തകം തുറന്നു വെക്കുക, നമ്മൾ പരീക്ഷ എഴുതുക. അപ്പൊ അനലൈസിങ് സ്കില്ലായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ പഠിക്കുന്നത് പോലെ കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നും ആ സമയത്ത് വരുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരാം. പിന്നെ കൊമേഴ്സുകാരും ഹ്യൂമാനിറ്റീസുകാരും പോകുന്ന എല്ലാ കോഴ്സുകളിലേക്കും, ആർട്സ്, മീഡിയ, ജേർണലിസം, ലോ, ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും ഒക്കെ സയൻസുകാർക്കും പോകാം. പിന്നെ സയൻസുകാർക്ക് പോകാവുന്ന മറ്റൊരു മേഖലയാണ് ഫാഷൻ ടെക്നോളജി, ഫാഷൻ ഡിസൈനിങ്, ജ്വല്ലറി ഡിസൈനിങ്, ആനിമേഷൻ, ഗ്രാഫിക് ഡിസൈനിങ്, വെബ് ഡിസൈനിങ്, ഇന്റീരിയർ ഡിസൈനിങ്, ഓട്ടോമൊബൈൽ ഡിസൈനിങ്, പ്രോഡക്റ്റ് ഡിസൈനിങ്, സെറാമിക് ഡിസൈനിങ്, ഇങ്ങനെയുള്ള ഡിസൈനിങ് കോഴ്സുകൾ, കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ്, ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്, അങ്ങനെയുള്ള കുറെ മേഖലയിലേക്ക് പോകാൻ പറ്റും. പിന്നെ നേരത്തെ ഈ അപ്ലൈഡ് സയൻസ് പറഞ്ഞപ്പം സ്ട്രോങ് ആയിട്ട് പറയേണ്ട ഒരു മേഖലയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോമേഷൻ, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡാറ്റാ സയൻസ്, ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, സൈബർ സെക്യൂരിറ്റി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഇങ്ങനെയുള്ള കുറേ മേഖലകൾ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് IT മേഖലയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ആ മേഖലയിൽ BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, BTech കമ്പ്യൂട്ടർ സയൻസ്, BTech IT അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് ഇത്തരം മേഖലയിലേക്ക് വരാനായിട്ട് പറ്റും. പാരാമെഡിക്കൽ കോഴ്സിൽ എല്ലാ പാരാമെഡിക്കൽ കോഴ്സിലേക്കും LBS സെന്റർ വഴിയാണ് കേരളത്തിൽ അഡ്മിഷൻ നടക്കുന്നത്. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരികയുള്ളൂ. ആ സമയത്താണ് നമ്മൾ ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്നതിന് ശേഷമാണ് നമ്മൾ എല്ലാ അപേക്ഷ കൊടുക്കേണ്ടതും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം കോഴ്സുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഏവിയേഷൻ അല്ലെങ്കിൽ മെർച്ചന്റ് നേവി, ഇങ്ങനെയുള്ള ഏവിയേഷനും മെർച്ചന്റ് നേവി ഈ രണ്ട് മേഖലയിലും തൊഴിലവസരമാണ്. മെർച്ചന്റ് നേവിയിലാണെങ്കിൽ നോട്ടിക്കൽ സയൻസ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ്, ഇങ്ങനെയുള്ള കുറേ ഫിസിക്സ് പഠിച്ചിട്ട് അങ്ങനെയൊക്കെ ആ മേഖലയിൽ ജോലി കിട്ടും. പിന്നെയുള്ളത് ഏവിയേഷൻ ആണ്. ഏവിയേഷൻ ആണെങ്കിൽ എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, പൈലറ്റ് ട്രെയിനിങ്, ഇതൊക്കെ സയൻസ് പഠിച്ച ആളുകളാണ് പോകുന്നത്. പൈലറ്റ് ആവാനൊക്കെ +2 സയൻസ് ആണ് പഠിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കുറെ മേഖലയിലേക്ക് വരാം. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ പൈലറ്റ് ട്രെയിനിങ്ങിന് പോകാം. സിവിൽ സർവീസ് പരീക്ഷയ്ക്കൊക്കെ തയ്യാറാവുന്ന ആളുകൾക്ക് സയൻസ് നല്ല ഗുണം ചെയ്യും. കാരണം ആർട്സും ഹ്യൂമാനിറ്റീസും മാത്രമൊന്നല്ല സിവിൽ സർവീസിന്റെ സിലബസ്, ബേസിക് സയൻസ് ഒക്കെയാണ്.
സയൻസ് പ്ലസ് ടുവിന് പഠിച്ച ആളുകൾക്ക് ഭാവിയിൽ ആ മേഖല നന്നായി ഗുണം ചെയ്യും. പിന്നെ സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ അപ്രന്റീസ് പരീക്ഷ എഴുതാം. പ്ലസ് ടു സയൻസ് കഴിഞ്ഞ ആളുകൾക്ക് ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷ എഴുതി പാസ്സായാൽ ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥാപനത്തിൽ അവര് തരുന്ന സ്കോളർഷിപ്പിൽ നമുക്ക് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇന്ത്യൻ റെയിൽവേ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യും. അങ്ങനത്തെ ഒരു രീതിയുണ്ട്. ഏത് വിഷയത്തിലും എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ട്രഡീഷണൽ എഞ്ചിനീയറിംഗ് സർവീസ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എന്ന് പറയുന്ന മേഖലയിൽ വരാം. DRDO ഡിഫൻസിൽ വരാം. അങ്ങനെയുള്ള കുറെ മേഖലയിൽ നമുക്ക് സയൻസ് പഠിച്ചവർക്ക് വരാൻ പറ്റും. സയൻസ് പ്ലസ് ടുവിന് തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പൊ ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഞാൻ കുറച്ച് സമയം കോഴ്സുകളെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് മാക്സിമം മറുപടി പറയാം എന്ന് വിചാരിച്ചിട്ടാണ്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ചാറ്റ് ബോക്സിൽ, മെസ്സേജ് ബോക്സിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തിടുക. അപ്പൊ ഞാൻ അതിനനുസരിച്ച് മറുപടി പറയും. BCA ചോദിച്ചിട്ടുണ്ട്. BCA നല്ലതാണ്. ജോബ്സ്, എഞ്ചിനീയറിംഗ് കമ്പനിയിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് കിട്ടുന്ന ജോലി, ഗൂഗിൾ, ഫേസ്ബുക്ക്, യെസ്, അവർക്ക് സ്വന്തം റിക്രൂട്ട്മെന്റ് ഉണ്ട്. അവർ സ്വന്തമായിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ആ റിക്രൂട്ട്മെന്റ് അനുസരിച്ചാണ് നമുക്ക് ജോലി കിട്ടുന്നത്. അപ്പൊ അവർ ഓരോ സമയത്ത് അവര് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കും. അവർ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും. അതൊക്കെ അറ്റൻഡ് ചെയ്യണം. ഇപ്പൊ ഓൺലൈൻ ഇന്റർവ്യൂ ഒക്കെയാണ് നടക്കുന്നത്. അപ്പൊ ഏത് സബ്ജക്ട് പഠിച്ചാലും, എസ്പെഷ്യലി കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചാലും ആ മേഖലയിൽ ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. പ്രോഗ്രാമിംഗിന് നല്ല ജോലി സാധ്യതയുണ്ട്. പ്രോഗ്രാമിംഗ്, കമ്പ്യൂട്ടർ ലാംഗ്വേജസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനെയുള്ള എല്ലാ മേഖലയിലും നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മള് എന്താ പറയാ, വെറ്റിനറി കോഴ്സിന്റെ NRI എന്ന് പറയുന്നത് നമുക്ക് ആകെ 2 ഗവൺമെന്റ് സ്ഥാപനങ്ങളാണുള്ളത്. പിന്നെ ഈ സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ആണല്ലോ നമ്മൾ കൂടുതൽ NRI സീറ്റ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. വെറ്റിനറി കോഴ്സ് ആണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇവിടെ ഇല്ലതാണ്. ഇന്ത്യയിലാണെങ്കിൽ, കേരളത്തിന് പുറത്തൊക്കെ ഉണ്ട്, നോർത്ത് ഇന്ത്യയിലും മറ്റൊക്കെ ആയിട്ടുണ്ട്. ഈ നീറ്റ് പരീക്ഷയ്ക്ക് എഴുതിയ ആളാണെങ്കിൽ എന്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് പറഞ്ഞുതരാം. ഇനി അങ്ങനെ ഒരു വലിയ എന്താ പറയുക, നീറ്റ് പരീക്ഷ എഴുതിയിട്ട് കിട്ടാൻ സാധ്യതയില്ല ഇനി, അല്ലെങ്കിൽ അടുത്ത വർഷം ഒന്നും കൂടെ എഴുതാൻ താല്പര്യമുള്ള ആളാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് തരാം. അതങ്ങനെ ഒരു സംശയം തോന്നുമ്പോൾ എന്റെ നമ്പറിലോ മറ്റോ വിളിച്ച് ചോദിച്ചാൽ മതി. LBS എന്ന് പറഞ്ഞാൽ ലാൽ ബഹദൂർ ശാസ്ത്രി സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അവർ ഗവൺമെന്റിന്റെ ഒരു IT ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവരാണ് കേരളത്തിൽ പല കോഴ്സുകൾക്കും അഡ്മിഷൻ നടത്തുന്നത്, പല പരീക്ഷകളും നടത്തുന്നത്. കേരളത്തിൽ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തുന്നത് LBS ആണ്. പാരാമെഡിക്കൽ കോഴ്സിന് അഡ്മിഷൻ നടത്തുന്നത് LBS ആണ്. MCAക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് പരീക്ഷ നടത്തുന്നത് LBS ആണ്. അങ്ങനെയുള്ള ഒരു ഏജൻസിയാണ് അവർ. മാത്രമല്ല അവർ കുറെ കോഴ്സും പഠിപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസിലെ കുറെ കോഴ്സുകൾ, PGDCA പോലെയുള്ള കോഴ്സുകൾ, പ്രോഗ്രാമിംഗ്, അക്കൗണ്ടിംഗ് കോഴ്സുകൾ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഈ സോഫ്റ്റ്വെയർ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. FAMD ജോബ് ഓപ്പർച്യൂണിറ്റി ഇൻ ഇന്ത്യയിൽ FAMDക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അങ്ങനെ തന്നെ പറയാം. ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഭാവിയിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആവും. രോഗം ഉണ്ടെന്ന് പറയുന്നത് ഡോക്ടർ, മരുന്ന് സജസ്റ്റ് ചെയ്യേണ്ടത് ഫാർമസിസ്റ്റ് ആണ്. ആ മേഖലയിൽ ജോലിയുണ്ട്. വിദേശത്താണ് നിലവിലെ അവസരങ്ങൾ. ഭാവിയിൽ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലൊക്കെ പ്രതീക്ഷിക്കുന്നു. മെഡിക്കൽ ഫിസിക്സിന് എല്ലാ കാലത്തും ജോബ് ഉണ്ട്. ഈ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നത് മെഡിക്കൽ ഫിസിക്സ് പഠിച്ച ആൾക്കാരൊക്കെയാണ്. അപ്പം കീമോതെറാപ്പി മേഖലയിൽ, ക്യാൻസർ രോഗ ചികിത്സാ മേഖലയിൽ ഒക്കെ മെഡിക്കൽ ഫിസിക്സ് പഠിച്ച ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. ബിടെക് അഗ്രികൾച്ചർ, ജോബ് ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ഇന്ത്യ. ബിടെക് അഗ്രികൾച്ചറിന് ഇന്ത്യയിലും പുറത്തൊക്കെ ജോലി സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ടെക്നിക്കലി എനേബിൾഡ് ആയിട്ടുള്ള ഒരു കൾട്ടിവേഷൻ സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ മേഖലയിൽ ഒരു വലിയ പ്രതീക്ഷ കാണുന്നുണ്ട്. BCA നല്ലതാണ്. ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോബ് കിട്ടും. പിന്നെ പഠിച്ചതിന് ശേഷം നമുക്ക് MCAക്കോ മറ്റോ പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ ഡാറ്റ സയൻസ്, ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, അങ്ങനെയുള്ള കുറെ മേഖലയിലേക്ക്, പ്രോഗ്രാമിംഗ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഇങ്ങനെയുള്ള കുറെ മേഖലയിൽ ജോലി ചെയ്യാനും ആ മേഖലയിൽ ഉപരിപഠനം നടത്താനും പറ്റും. സൈബർ സെക്യൂരിറ്റി ഒക്കെ, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, അതൊക്കെ BCAക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഈ BSc ഒപ്റ്റോമെട്രി ഗുഡ് കരിയർ ആണ്. കേരളത്തിലായാലും വിദേശത്തായാലും ഒക്കെ, ഇന്ത്യയിലായാലും വിദേശത്തായാലും ഒക്കെ അങ്ങനെ ജോലി സാധ്യതയുണ്ട്. കണ്ണ് ചികിത്സയിൽ ഡോക്ടറെ സഹായിക്കുക, അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സത്യത്തിൽ ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ ധർമ്മം. അതേസമയം അവർക്ക് കമ്പ്യൂട്ടറിൽ കണ്ണ് പരിശോധിക്കാം, ഒപ്റ്റിക്കൽ ഡിവൈസസ് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാം, ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യാം, സ്വന്തം ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഈ മേഖലയിൽ സംരംഭങ്ങൾ തുടങ്ങാം. അതിനൊക്കെ കഴിയും. വിദേശ രാജ്യങ്ങളിൽ, എസ്പെഷ്യലി യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ നല്ല തൊഴിലവസരങ്ങളുള്ള വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് ഒപ്റ്റോമെട്രി. ബയോടെക് ഈസ് ഗുഡ് കരിയർ. ബയോടെക്നോളജി നല്ലതാണ്. നേരത്തെ ചെറിയൊരു സാധ്യത കുറവ് നമ്മൾ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പം നല്ല സാധ്യത പറയുകയാണ്. ജൈവ സാങ്കേതിക വിദ്യയാണ്. ജൈവ സാങ്കേതിക വിദ്യയിൽ നമ്മൾ പുതിയ ഗവേഷണങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ജൈവ സാങ്കേതിക വിദ്യയിലുള്ള പുതിയ ഗവേഷണങ്ങൾ, ആ മേഖലയിലുള്ള പുതിയ പഠനങ്ങൾ, അതുകൊണ്ട് ആ മേഖലയിൽ വലിയ അവസരം പ്രതീക്ഷിക്കുകയാണ്. ബിടെക് പഠിച്ചാൽ തന്നെ കുറച്ചുകൂടെ സാധ്യതയുണ്ട്. അതിന്റെ മെഷീൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ BSc ആകുമ്പോൾ അതിന്റെ MSc വരെയൊക്കെ പഠിച്ച് പിന്നെ PhD ഒക്കെ ചെയ്ത് അങ്ങനെ വേണം വരാനായിട്ട്. FAMD കോഴ്സ് ആൻഡ് ഗ്രേറ്റ് കോളേജ് സ്റ്റഡി. FAMD കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആവാം. 4 വർഷത്തെ കോഴ്സും 2 വർഷത്തെ ഇന്റേൺഷിപ്പ് ഉൾപ്പെടെ 6 വർഷം ദൈർഘ്യമുള്ള കോഴ്സാണ് FAMD. 6 വർഷം ദൈർഘ്യമുണ്ട്. ആ 6 വർഷം പഠനം നടത്തിയതിനു ശേഷം ഹോസ്പിറ്റലിലോ
പിന്നെ നല്ല സ്ഥാപനങ്ങളിലോ ഫാർമസി റിസർച്ച് നടക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യാനൊക്കെ പറ്റും. കുറെ സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെയാണ് ഫാംഡി കോഴ്സുകൾ ഇപ്പം കേരളത്തിലൊക്കെ പഠിപ്പിക്കുന്നത്. വാട്ട് അബൌട്ട് ഫോറൻസിക് സയൻസ്? ഫോറൻസിക് സയൻസ് ഒരു സ്പെഷ്യൽ കോഴ്സ് ആണെങ്കിലും അങ്ങനെ ഒരു സ്പെഷ്യൽ കരിയർ പറയാൻ മാത്രം ഫോറൻസിക് സയൻസ് ഇല്ല എന്ന് വേണം പറയാൻ. അതേസമയം അത് പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഫോറൻസിക് സയന്റിസ്റ്റ് ആവാൻ ഇന്ത്യയിലുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഒക്കെ അണ്ടറിലുള്ള സ്ഥാപനങ്ങളിൽ ജോലിയിൽ വരാൻ ഫോറൻസിക് സയൻസ് തന്നെ +2 പഠിച്ചിരിക്കണം, അല്ല സോറി +2 ശേഷം പഠിച്ചിരിക്കണം, ഡിഗ്രിക്ക് പഠിച്ചിരിക്കണം എന്ന് ഒരു നിർബന്ധവും പറഞ്ഞില്ല. BSc ഫോറൻസിക് സയൻസ് തന്നെ പഠിച്ച ആളുകൾക്ക് പ്രത്യേകിച്ച് വെയിറ്റേജും ഇല്ല. BSc കെമിസ്ട്രി കഴിഞ്ഞതിന് ശേഷം, BSc ഫിസിക്സ് കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഇതിലെ മറ്റു കോഴ്സുകളൊക്കെ പഠിച്ചതിന് ശേഷം ആ മേഖലയിൽ വരുന്നു. കെമിസ്ട്രി പഠിച്ച ആളുകൾ തന്നെ ഫോറൻസിക് സയൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഫോറൻസിക് സയൻസ് ഒരു അപാരമായ ആശ്ചര്യപ്പെടേണ്ട വളരെ ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ തൊഴിലവസരങ്ങൾ കൊടുക്കുന്ന ഒരു കോഴ്സായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമില്ല. പക്ഷെ ആ കോഴ്സ് പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സ്പെസിഫിക് ആയിട്ട് ആ മേഖലയിൽ പ്രവർത്തിക്കാനാണ് താല്പര്യം. കുറ്റാന്വേഷണമാണ് ഈ ബാലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഈ ഒരു ക്രൈം നടന്ന സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതും അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതൊക്കെ ഫോറൻസിക് സയന്റിസ്റ്റുകളാണ്. ജോലി സാധ്യതയില്ല. പക്ഷെ ഗവൺമെന്റ് സെക്ടറിൽ മാത്രമേ അങ്ങനെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഞാൻ പറയുന്നുള്ളൂ. പ്രൈവറ്റ് സെക്ടറിൽ അങ്ങനെ ഒരു വലിയ തോതിലുള്ള അവസരം ഫോറൻസിക് സയൻസിന് പറയുന്നില്ല. സ്വകാര്യ മേഖലയിലുള്ള കുറ്റാന്വേഷണം അങ്ങനെ ഏജൻസികളൊന്നും ഇന്ത്യയിൽ എസ്പെഷ്യലി കേരളത്തിൽ മാത്രം സജീവമല്ല. അങ്ങനെ ഇല്ല എന്ന് വേണം കേരളത്തിലൊക്കെ പറയാൻ. ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും അതൊന്നും അത്ര സയന്റിഫിക് ആയിട്ട് നടക്കുന്നതല്ല. അതുകൊണ്ടാണ് MLT കോഴ്സ് അഡ്മിഷൻ +2 മാർക്ക് പ്രകാരം തന്നെയാണ്. +2 മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാർക്ക് ചേർത്തിട്ടാണ് MLT കോഴ്സിന് അഡ്മിഷൻ. ഫോറൻസിക് സയൻസ് ആൻഡ് ഇറ്റ്സ് സ്കോപ്പ്. ഫോറൻസിക് സയൻസിന്റെ സ്കോപ്പ് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ തൊട്ട് മുന്നേ പറഞ്ഞതാണല്ലോ ഫോറൻസിക് സയൻസിന്റെ. പഠിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അത് തന്നെ ആവണമെന്നില്ല. അതിന് പകരം നല്ല പാരാമെഡിക്കൽ കോഴ്സുകൾ എടുക്കാം. അപ്പൊ കുറച്ചുകൂടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. BSc ക്രിട്ടിക്കൽ കെയർ ടെക്നോളജി വളരെ നല്ലതാണ്. ക്രിട്ടിക്കൽ കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസ് ആവാം, ഹോസ്പിറ്റൽസിൽ കാഷ്വാലിറ്റി ഒക്കെ ബന്ധപ്പെട്ട മേഖലയിൽ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ പഠിച്ച ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ട് ടെക്നിക്കൽ സപ്പോർട്ട് ഒക്കെ കൊടുത്ത് പ്രവർത്തിക്കലാണ് നമ്മുടെ ജോലി. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്, വളരെ പ്രധാനപ്പെട്ട മേഖലയാണ്, ചെയ്യാം. ഡിസൈൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഈ വർക്ക് ഫ്രം ഹോം കൾച്ചറൊക്കെ വന്നതിന് ശേഷം ധാരാളം ആളുകൾ ആ മേഖലയിലൊക്കെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഫൈൻ ആർട്സ് പഠിച്ച ആളുകൾ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ച ആളുകൾ, ആനിമേഷൻ പഠിച്ച ആൾക്കാർ, മൾട്ടിമീഡിയ പഠിച്ച ആൾക്കാർ, ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ച ആൾക്കാർ, അവരൊക്കെയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. സ്വന്തമായിട്ട് വർക്ക് ചെയ്യാം, കമ്പനികളിൽ വർക്ക് ചെയ്യാം, ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കാം, അങ്ങനെ അതിലേക്കൊക്കെ മാറാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഡിസൈൻ നല്ലതാണ്, ഫാഷൻ ഡിസൈൻ നല്ലതാണ്, അപ്പാരൽ ഡിസൈനിങ്, ടെക്സ്റ്റൈൽ ഡിസൈനിങ്, ജ്വല്ലറി ഡിസൈനിങ്, ലെതർ ഡിസൈനിങ്, ഫുട്വെയർ ഡിസൈനിങ്, അങ്ങനെയുള്ള മേഖലയിലൊക്കെ പഠനം നടത്തും. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് അഡ്മിഷൻ കിട്ടാൻ ഇപ്പൊ +2 സയൻസ് പഠിച്ച ആളാണെങ്കിൽ NDA പരീക്ഷ വിളിക്കും. അപ്പോൾ ഈ ഫെബ്രുവരിയിൽ വിളിക്കുന്ന കഴിഞ്ഞു, ഇനിയിപ്പോ നമുക്ക് ഒന്നുകൂടെ വിളിക്കും. അപ്പൊ അത് വിളിക്കുന്ന സമയത്ത് അടുത്ത പിന്നെ ഈ ഡിസംബർ ഒക്കെ ആകുന്ന ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് വിളിക്കും. ആ സമയത്ത് നമ്മൾ ഒരു അപേക്ഷ കൊടുക്കുക, എന്നിട്ട് അവരുടെ പരീക്ഷ എഴുതുക, അവരുടെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവുക, സൈക്കോളജിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും പാസ്സായാൽ നാഷണൽ ഡിഫൻസ് അക്കാഡമി പൂനെയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. അവിടെ 4 വർഷം പഠിക്കാം, എന്നിട്ട് കോഴ്സ് പാസ്സാവും. അങ്ങനെയാണ്. ഗ്രേറ്റ് കോളേജസ് ഇൻ കേരള ഫോർ സ്റ്റഡിങ് ഫാംഡി. ഗ്രേറ്റ് കോളേജ് എന്നെന്താണോ ഉദ്ദേശിച്ചത്? നല്ല കോളേജ് എന്നൊക്കെയാണോ? അങ്ങനെയാണെങ്കിൽ കുറെ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോഴിക്കോട് KMCT ഉണ്ട്, അൽഷിഫ പെരിന്തൽമണ്ണയിലുണ്ട്. അതൊക്കെ പിന്നെ പ്രൈവറ്റ് കോളേജസ് ആണ്. എവിടെ പഠിച്ചാലും ഒരേപോലെയാണ്. അത്തരം സ്ഥാപനങ്ങളൊക്കെയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക. BC അഡ്മിഷൻ യൂണിവേഴ്സിറ്റി അലോട്ട്മെന്റ് ആണ്. ഒരു ഏകജാലക സംവിധാന പ്രകാരമുള്ള അലോട്ട്മെന്റ് ആണ് BC അഡ്മിഷൻ നടക്കുന്നത്. അപ്പൊ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG കേരള, അങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റികളും അപേക്ഷ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഓൺലൈനായിട്ട് അപേക്ഷിച്ചതിന് ശേഷം മാർക്കൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാർക്ക് പ്രകാരം അഡ്മിഷൻ. സൈബർ സെക്യൂരിറ്റി ഉള്ള കോളേജ്, സൈബർ സെക്യൂരിറ്റി MS ഒക്കെ ആണെങ്കിൽ പിന്നെ നമ്മുടെ ഇരിഞ്ഞാലക്കുട സൈബർ കോളേജ് എന്താണ് ക്രൈസ്റ്റ് കോളേജിലൊക്കെ ഉണ്ട് MSc. പിന്നെ കേരളത്തിന് പുറത്തുള്ള കുറെ സ്ഥാപനങ്ങളിലൊക്കെ BCA വിത്ത് സൈബർ സെക്യൂരിറ്റി അങ്ങനെയുള്ള കോഴ്സൊക്കെ അവൈലബിൾ ആവുന്നുണ്ട്. കേരളത്തിൽ സാധാരണ ട്രഡീഷണൽ BCA തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ആഡ് ഓൺ കോഴ്സസ് താരതമ്യേന കേരളത്തിൽ കുറവാണ്. ഫാംഡിക്ക് നീറ്റ് ഒന്നുമില്ല. നീറ്റ് ഫാർമസിക്കൊക്കെ ഇപ്പം നേരിട്ടുള്ള എൻട്രൻസ് ആണല്ലോ, കേരള എൻട്രൻസ് ആണല്ലോ, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആണല്ലോ ഫാർമസി. മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് മാത്രമാണ് നീറ്റ് ഉപയോഗിക്കുന്നത്. എന്താ വെച്ചാൽ MBBS, BDS, BAMS, BHMS, BVS, ആനിമൽ ഹസ്ബൻഡറി അങ്ങനെയൊക്കെയാണ്. പിന്നെ അതിന്റെ കൂടെ ഈ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ് അങ്ങനെയൊക്കെ. ഓൾ ഇന്ത്യ തലത്തിൽ അഗ്രികൾച്ചർ അഡ്മിഷൻ കിട്ടാനും ഒക്കെ
വേറെ പരീക്ഷയുണ്ട്, ICR എന്ന് പറഞ്ഞ പരീക്ഷയുണ്ട്. ഓൾ ഇന്ത്യ തലത്തിൽ വെറ്റിനറിക്ക് അഡ്മിഷൻ കിട്ടാൻ നീറ്റ് പരീക്ഷ തന്നെയാണ് ഉപയോഗിക്കുന്നത്. BSc നഴ്സിംഗ് നല്ല സാധ്യതയുള്ള കോഴ്സാണ്, ധൈര്യമായിട്ട് പഠിക്കാം. BSc നഴ്സിംഗിന് ശേഷം ജെനറ്റിക്സിലേക്ക് മാറാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറാം, സൈക്കോളജിയിലേക്ക് മാറാം, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സിലേക്ക് മാറാം, ക്ലിനിക്കൽ റിസർച്ചിലേക്ക് മാറാം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറാം, പബ്ലിക് ഹെൽത്ത് മാനേജ്മെന്റിലേക്ക് മാറാം. അങ്ങനെയൊക്കെ മാറാൻ കഴിയുന്ന സാധ്യതയുള്ള കോഴ്സാണ് BSc നഴ്സിംഗ്. ഡിഫറൻസ് ബിറ്റ്വീൻ ബിടെക് അഗ്രികൾച്ചർ ആൻഡ് BSc അഗ്രികൾച്ചർ. BSc അഗ്രികൾച്ചർ ആ മേഖലയിലെ സയൻസ് ആണ് പഠിക്കുക. ബിടെക് അഗ്രികൾച്ചർ ആ മേഖലയിലെ സാങ്കേതിക വിദ്യയെ സംബന്ധിച്ചാണ് പഠിക്കുക. സാങ്കേതിക വിദ്യ പഠിച്ച ആൾക്കാർ ആ മേഖലയിലെ എഞ്ചിനീയർമാരും, BSc അഗ്രികൾച്ചർ പഠിച്ച ആളുകൾ അതിനുശേഷം MSc ഒക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ ഈ മേഖലയിലെ ശാസ്ത്രജ്ഞരും, ഈ മേഖലയിൽ ഭരണം നടത്തുന്നവരും, ഭരണ നിർവഹണം നടത്തുന്നവരും, സർക്കാർ മേഖലയിൽ ഇത്തരം പ്രോജക്റ്റുകളൊക്കെ ലീഡ് ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കും. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അഗ്രികൾച്ചർ കോളേജുകളിൽ പഠിപ്പിക്കാം, പ്രൊഫസർ ആവാം. സൈബർ സെക്യൂരിറ്റി നല്ലതാണ്, കുറ്റാന്വേഷണ മേഖലയിലാണ് നമുക്ക് ജോലി ഉണ്ടാവുക. കുറച്ചുകൂടെ ഈ സൈബർ മേഖലയിൽ സൈബർ ഫോറൻസിക്കും ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ഉണ്ട്. സൈബർ ഫോറൻസിക് ആണ് കുറ്റാന്വേഷണ മേഖലയിൽ, പെട്ടെന്ന് അങ്ങോട്ട് പോയതാണ്. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എത്തിക്കൽ ഹാക്കിംഗ് പ്രിവെന്റ് ചെയ്യലാണ്. ഇത്തരം ഹാക്ക് ചെയ്യുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ കമ്പനികളിലൊക്കെ പലപ്പോഴും പല ആളുകളും വെക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സൈബർ സെക്യൂരിറ്റി. ജോലി സാധ്യതയുള്ളതാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുന്നതിനാണോ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണോ പഠിക്കേണ്ടത്? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുന്നതിനായി ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണോ പഠിക്കേണ്ടത്? അതെ. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാം, അല്ലെങ്കിൽ BCA കഴിഞ്ഞ് MCA പഠിക്കാം, ബിടെക് IT പഠിക്കാം, ഒക്കെ പഠിക്കാം. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിൽ BSc നഴ്സിംഗ് പഠിക്കുന്നത് നല്ലതാണെന്ന് ചോദിച്ചാൽ വളരെ നല്ലതാണ്. രാജ്യപ്രാധാന്യമുള്ള സ്ഥാപനമാണ്, അവിടെ പഠിച്ചാൽ വളരെ നല്ലതാണ്. പിന്നെ ഈ നഴ്സിംഗിനൊക്കെ പ്ലേസ്മെന്റ് ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ അത് എഞ്ചിനീയറിംഗ് പോലെയല്ല. ആ മേഖലയിൽ താല്പര്യമുള്ള ആളുകൾ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും അത് കിട്ടുകയും ചെയ്യും. നല്ലതാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്. BCA അഡ്മിഷൻ പറഞ്ഞല്ലോ, യൂണിവേഴ്സിറ്റി അലോട്ട്മെന്റ് ആണ്. കേരളത്തിന് പുറത്താകുമ്പോൾ കോളേജുകളിൽ നേരിട്ട് മാനേജ്മെന്റ് സീറ്റ്. In Kerala, for LLB, we want to write entrance. കേരളത്തിൽ LLBക്ക് 5 year LLB ആണെങ്കിലും 3 year LLB ആണെങ്കിലും കേരള ലോ എൻട്രൻസ് ഉണ്ട്. അത് എഴുതി പാസ്സാവുന്നവർക്കാണ് അഡ്മിഷൻ. കേരള എൻട്രൻസ് കമ്മീഷണർ ആണ് LLB കോഴ്സിന് അഡ്മിഷൻ നടത്തുന്നത്. ഫാഷൻ ഡിസൈനർ, ആർട്ട് റിലേറ്റഡ് നല്ലതാണ്. ഫൈൻ ആർട്സ്, ആനിമേഷൻ, മൾട്ടിമീഡിയ, ഗ്രാഫിക് ഡിസൈനിങ്, വെബ് ഡിസൈനിങ്, അങ്ങനെയുള്ള കുറേ മേഖലയിലേക്കൊക്കെ വരാൻ പറ്റും. ഫാഷൻ ഡിസൈനർ നല്ലതാണ്. 3 വർഷത്തെ പഠനം കൊണ്ട് തന്നെ ജോലിയിലേക്കൊക്കെ വരാൻ പറ്റും. നല്ല ക്രിയേറ്റീവ് കപ്പാസിറ്റി വേണം, ആ മേഖലയിൽ നന്നായി പ്രവർത്തിക്കാം. ഫാം ഡി കോഴ്സ് പഠിക്കുന്നതിന് കീമാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര മാർക്ക് വേണം? ഈ മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ +2-ന് മുമ്പ് LBS അഡ്മിഷൻ നടത്തിയിരുന്ന കാലത്ത് 90% മേലെ മാർക്ക് കിട്ടിയ ആൾക്കാരൊക്കെയാണ് ഫാം ഡിക്ക് 92%, 93% മേലേക്ക് കിട്ടിയവരാണ് ഫാം ഡിക്ക് അഡ്മിഷൻ വാങ്ങിച്ചിരുന്നത്. ഇപ്പം പിന്നെ എത്ര മാർക്ക് കിട്ടണം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ വർഷം എത്ര കുട്ടികൾ അപേക്ഷിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പരീക്ഷ എഴുതുന്നു, അവർക്ക് എത്ര മാർക്ക് ഉണ്ടെന്ന് പറയാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായും ഒരു 90% മാർക്ക് അല്ലെങ്കിൽ 85% മാർക്കിന് മേലെയുള്ളവരാണ് അതിനകത്തേക്ക് വരാറ്. ഇന്ത്യൻ ഡിഫൻസിൽ കയറാൻ എടുക്കേണ്ട കോഴ്സ് ഏതാണ്? ഇന്ത്യൻ ഡിഫൻസിൽ ഞാൻ പറഞ്ഞത് NDAക്ക് അഡ്മിഷൻ കിട്ടിയാൽ അങ്ങനെ വരാം. ഏതെങ്കിലും വിഷയത്തിലെ ഡിഗ്രി, സയൻസ് ഡിഗ്രി ഒക്കെ ആണെങ്കിൽ എയർഫോഴ്സിലേക്ക്, നേവിയിലേക്ക് വരാം. ആർട്സ് കോഴ്സിലാണ് ഡിഗ്രി എങ്കിൽ നമുക്ക് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ഉണ്ട് ഡിഗ്രി കഴിയുന്ന സമയത്ത്, അത് എഴുതാം. എഞ്ചിനീയറിംഗിൽ ഇലക്ട്രോണിക്സോ മെക്കാനിക്കലോ ഒക്കെ പഠിച്ചാലും ഡിഫൻസിൽ വരാം. അങ്ങനെയൊക്കെ പറ്റും. പിന്നെ ഏത് സബ്ജക്ട് പഠിച്ചവർക്കും ഡിഫൻസിൽ വരാൻ പറ്റുന്നുണ്ട്, കാരണം എല്ലാവരും വേണമല്ലോ. ഈവൻ ലാംഗ്വേജ് പഠിച്ചവർ ഡിഫൻസിലുണ്ട്, കൺസ്ട്രക്ഷൻ പഠിച്ച ആളുകൾ ഡിഫൻസിലുണ്ട്. കാരണം ഡിഫൻസിൽ വേറെ തന്നെ ഒരു വിഭാഗം ആയതുകൊണ്ട് അവിടെ എല്ലാ ക്വാളിഫിക്കേഷനുള്ള ആളുകളും ജോലി കിട്ടുന്നതാണ്. ഫോറൻസിക് സയൻസിനെ കുറിച്ച് പറഞ്ഞാൽ, ഫോറൻസിക് സയൻസ് കുറ്റാന്വേഷണ മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ്. ശാസ്ത്രീയമായിട്ടുള്ള കുറ്റാന്വേഷണമാണ് നടക്കേണ്ടത്. ഈ ബാലിസ്റ്റിക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ഫോറൻസിക് സയന്റിസ്റ്റുമാരാണ്. ആ മേഖലയിൽ ജോലി കിട്ടേണ്ടത് ഗവൺമെന്റ് സെക്ടറിലാണ്. ഗവൺമെന്റ് സെക്ടറിൽ ഫോറൻസിക് സയൻസ് തന്നെ ഡിഗ്രിക്കോ PGക്കോ പഠിച്ചിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നില്ല. സയൻസിലെ ഡിഗ്രി, ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഒക്കെ ഡിഗ്രി ഉണ്ടെങ്കിൽ ഫോറൻസിക് സയൻസിൽ നമുക്ക് PG പഠിക്കാം, പോലീസ് അക്കാഡമിയിലൊക്കെ. അങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ +2 കഴിഞ്ഞിട്ട് ഫോറൻസിക് സയൻസ് പഠിച്ചാൽ ജോലി കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ, ഈ BSc കെമിസ്ട്രി ഒക്കെ കഴിഞ്ഞ ആളുകൾ സർക്കാർ സർവീസിൽ ഫോറൻസിക് സയൻസ് കോഴ്സിന് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മളും എഴുതണം, നമ്മളും ഇന്റർവ്യൂവിന് പോകണം, എന്നിട്ടാണ് കിട്ടേണ്ടത്. അതേസമയം ഫോറൻസിക് സയൻസ് പഠിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, അതിന് പകരം പാരാമെഡിക്കൽ കോഴ്സുകൾ ഏതെങ്കിലും എടുത്താൽ കുറച്ചുകൂടെ ജോലി കിട്ടാനുള്ള സാധ്യത കൂടും. ഫോറൻസിക് സയൻസ് ഒരു സ്പെഷ്യലൈസ്ഡ് മേഖല ആയതുകൊണ്ട് ആ സ്പെഷ്യലൈസ്ഡ് മേഖലയിൽ മാത്രമായിരിക്കും ജോബ് കിട്ടുന്നത്. സർ, ഫുഡ് ടെക്നോളജി സ്കോപ്പുള്ള കോഴ്സാണോ? തീർച്ചയായും ഫുഡ് ടെക്നോളജി സ്കോപ്പുള്ള കോഴ്സാണ്. ആ മേഖലയിൽ BTech പഠിക്കാം, BSc ഫുഡ് ടെക്നോളജി പഠിക്കാം, നല്ല സാധ്യതയുള്ള മേഖലയാണ്. നമ്മളെ നാട്ടിലുള്ള നല്ല കോളേജുകൾ, BTech ഫുഡ് ടെക്നോളജി ഒക്കെ ആണെങ്കിൽ കേരളത്തിൽ TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ഒക്കെ നല്ല സ്ഥാപനമാണ്. സെയിന്റ് കിറ്റ്സ് ഉണ്ട് പാലയിൽ, അതൊക്കെ നല്ല സ്ഥാപനമാണ്, അവിടെയൊക്കെ പഠിക്കാം. പിന്നെ BSc ഫുഡ് ടെക്നോളജി ഒക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ കോളേജുകളിലൊക്കെ പഠിക്കാം. ഇപ്പം കോഴിക്കോടൊക്കെ ആണെങ്കിൽ അരീക്കോട് മമ്പാട് MES കോളേജിലുണ്ട്, അങ്ങനത്തെ കോളേജിലൊക്കെ പഠിക്കാം. സാഫി കോളേജിലുണ്ട്, അവിടെയൊക്കെ പഠിക്കാം. ഫുഡ് ടെക്നോളജി നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
നല്ല ഓപ്പർച്യൂണിറ്റിയിലാണ്. ഭക്ഷ്യ സംരക്ഷണ മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ്. ആ മേഖലയിലുള്ള തൊഴിലവസരമാണ്. ആ മേഖലയിൽ വരാം, ആ മേഖലയിൽ ജോലി എടുക്കാം. ഒരുപാട് അവസരമുണ്ട്. തീർച്ചയായിട്ടും പഠിക്കാം. സ്കോപ്പ് ഇൻ ഇക്കണോമിക്സ് എല്ലാ കാലത്തും ജോലി സാധ്യതയുള്ളതാണ്. ബാങ്കിങ് മേഖലയിൽ ജോലി സാധ്യതയുണ്ട്, സ്വകാര്യ മേഖലയിൽ ജോലി സാധ്യതയുണ്ട്, കോർപ്പറേറ്റിൽ ജോലിയുണ്ട്, ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ജോലിയുണ്ട്. ഗവൺമെന്റ് സെക്ടറിൽ ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് പരീക്ഷ എഴുതിയിട്ട് വരാം. ബാങ്കിങ്, ഇൻഷുറൻസ്, റിസ്ക് മാനേജ്മെന്റ് മേഖലയിൽ വരാം. ഡിഗ്രി, PG അങ്ങനെയാണ് പഠിച്ചു പോകേണ്ടത്. ധൈര്യമായിട്ട് പഠിക്കാം. ഇക്കണോമിക്സ് നല്ല ഗ്രാജുവേഷൻ ആണ്, അതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നല്ലതാണ്. അങ്ങനെയൊക്കെ വരാം. എത്തിക്കൽ ഹാക്കിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിരാമാണ് ചോദിച്ചത്. എന്താണ് എത്തിക്കൽ ഹാക്കിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ആ കോഴ്സ് എന്താണെന്നാണ്, അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് എന്താ ഉദ്ദേശിച്ചത്? എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ആളുടെ സോഫ്റ്റ്വെയറിലേക്കോ സൈറ്റിലേക്കോ അവര് സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റയിലേക്കോ ഉള്ള പുറമേ നിന്നുള്ള കടന്നുകയറ്റമോ പിന്നെ അതിനെ നശിപ്പിക്കാനുള്ള ശ്രമമോ ഒക്കെയാണ് എത്തിക്കൽ ഹാക്കിംഗ്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനാണ് സൈബർ സെക്യൂരിറ്റി പഠിക്കേണ്ടത്. ഫുഡ് ടെക്നോളജി സ്കോപ്സ് ആൻഡ് ബെസ്റ്റ് കോളേജസ് പറഞ്ഞല്ലോ. വൈറ്റ് ഹാറ്റ്സ് നല്ലതാണ്. വൈറ്റ് ഹാറ്റ്സ് പിന്നെ അടുത്ത കാലത്തായിട്ട് വലിയ ട്രെൻഡ് പറയുന്ന മേഖലയാണ്. ധൈര്യമായിട്ട് ആ മേഖലയിൽ നമുക്ക് പഠനങ്ങൾ നടത്താം. പിന്നെ ആ മേഖലയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൺലൈൻ ആയിട്ടുള്ള കുറെ കോഴ്സസ് വൈറ്റ് ഹാറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. ആഫ്റ്റർ BA ഇംഗ്ലീഷിന് ശേഷം ടീച്ചിങ് ഉണ്ട്, മീഡിയ ഉണ്ട്, ലോ പഠിക്കാം, ഗവൺമെന്റ് സെക്ടറിൽ വരാം, സിവിൽ സർവീസ് പറ്റും, മീഡിയയുടെ ഏത് ഭാഗങ്ങളിലേക്ക് വേണമെങ്കിലും പോകാം. അങ്ങനെയൊക്കെ BA ഇംഗ്ലീഷിന് പറ്റും. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബെസ്റ്റ് കോളേജസ്. കേരളത്തിലാണോ പുറത്താണെന്ന് ചോദിച്ചില്ല. കേരളത്തിലാണ് ഗവൺമെന്റ് കോളേജസ് ധാരാളം ഉണ്ട്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, ബിടെക് ഇലക്ട്രോണിക്സ് അതൊക്കെ പഠിക്കാനായിട്ട്. TKM എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രം, തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് അതൊക്കെ നല്ലതാണ്. ബാങ്ക് ടെസ്റ്റുകൾക്കുള്ള ക്വാളിഫിക്കേഷൻ ഏത് ഡിഗ്രി കഴിഞ്ഞാലും ബാങ്ക് ടെസ്റ്റ് എഴുതാം. BCom കുറച്ചുകൂടെ നന്നാവും. ബിടെക് കഴിഞ്ഞ ആളുകളും പരീക്ഷ എഴുതുന്നുണ്ട്. +2 മാത്തമാറ്റിക്സ് ഇല്ലാത്തവർക്ക് ഡിഫൻസിൽ കയറാമോ? +2 മാത്സ് ഇല്ലെങ്കിലും ഡിഫൻസ് കയറാലോ. +2 ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ NDA പരീക്ഷയുണ്ട്. ഹ്യൂമാനിറ്റീസിന് ശേഷം നാഷണൽ ഡിഫൻസ് അത് പറ്റും. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിയുന്ന, മാത്സ് ഇല്ലാത്ത ഡിഗ്രി കഴിയുന്ന ആളുകൾക്കും കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് പരീക്ഷ എഴുതിയിട്ട് ആർമിയിൽ. പിന്നെ +2 പിന്നെ കഴിഞ്ഞ ഉടനെ ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഉണ്ട്. ഡിഗ്രി സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ പഠിക്കുന്ന സമയത്തുള്ള ആർമി റിക്രൂട്ട്മെന്റ് ഉണ്ട്. NCCയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആർമി റിക്രൂട്ട്മെന്റ് ഉണ്ട്. കുഴപ്പമില്ലല്ലോ, അങ്ങനെ പറ്റും. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഞാൻ സാധ്യത പറയുന്ന ഒരു മേഖലയാണ്. വാഹന നിർമ്മാണ മേഖല ഒന്നുകൂടെ സ്ട്രോങ് ആവാനാണ് സാധ്യത. ആളുകളൊക്കെ പിന്നെ സ്വന്തമായിട്ട് വാഹനം വാങ്ങി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വരും. അതുകൊണ്ട് ആ മേഖലയിൽ ഞാൻ അങ്ങനെ ഒരു സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്. ബിടെക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഫുഡ് ഇൻസ്പെക്ടർ, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്. ഫുഡ് ഇൻസ്പെക്ടർ, ഹെൽത്ത് ഇൻസ്പെക്ടർ നല്ല കോഴ്സാണ്. ഈ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ജോലി കിട്ടേണ്ട കോഴ്സാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ. +2 കഴിഞ്ഞ് 2 വർഷം കൊണ്ട് പഠിക്കാം. കുറെ സ്വകാര്യ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ വെബ്സൈറ്റിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിപ്പിക്കുന്ന കോളേജസിന്റെ, സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. LLB കോളേജസ് ഇൻ ബാംഗ്ലൂർ ആൻഡ് മാംഗ്ലൂർ നല്ലതാണ്. ഈ ഫുഡ് സയൻസ് പഠിച്ചാൽ, ഫുഡ് ടെക്നോളജി അല്ല, ഫുഡ് സയൻസ് പഠിച്ചാൽ LLB കേരളത്തിൽ പുറത്ത് പഠിച്ചാലൊക്കെ നല്ലതാണ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അഫിലിയേഷൻ വേണം എന്നേ ഉള്ളൂ. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അഫിലിയേഷൻ BCA. കാർഡിയോവാസ്കുലർ ടെക്നോളജി നല്ലതാണ്, മെഡിക്കൽ കോളേജസിലുണ്ട്. പിന്നെ കുറെ സ്വകാര്യ കോളേജസിലുണ്ട്. സീറ്റ് കുറവായിരിക്കും. ഹൃദയ ശസ്ത്രക്രിയാ രംഗവുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് ഈ ടെക്നീഷ്യൻസ് പ്രവർത്തിക്കേണ്ടത്. ഈ വാസ്കുലാർ സംബന്ധമായിട്ടുള്ള മേഖലയിലുള്ള അസിസ്റ്റൻസ് ആണ് ടെക്നിക്കലി നൽകേണ്ടത്. ആ മേഖലയിൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കോഴ്സും കോളേജും കുറച്ചുകൂടെ കൂടുതലുള്ളത് കേരളത്തിന് പുറത്താണ്. സൈബർ സെക്യൂരിറ്റിക്ക് കുറച്ചുകൂടെ ജോലി സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, നല്ല സാധ്യതയുണ്ട്. ബെസ്റ്റ് കോളേജ് ഡിസൈനിങ്, ആർട്ട് ആൻഡ് ഡ്രോയിങ്. ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് പഠിക്കാനാണെങ്കിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും തൃപ്പൂണിത്തറയിലൊക്കെ ഫൈൻ ആർട്സ് കോളേജസ് ഉണ്ട്. പിന്നെ ആനിമേഷൻ, മൾട്ടിമീഡിയ ഒക്കെ പഠിപ്പിക്കുന്ന കോളേജസിലൊക്കെ പഠിക്കാം. കോഴിക്കോടാണെങ്കിൽ നമുക്ക് JDT ഇസ്ലാമിൽ മൾട്ടിമീഡിയ ഉണ്ട്. ഒരു വിസ്മയം കോളേജ് ഉണ്ട്, അവിടെ മൾട്ടിമീഡിയ ഉണ്ട്. അങ്കമാലിയിൽ ഒരു ഡോൺ ബോസ്കോ കോളേജ് ഉണ്ട്. ചങ്ങനാശ്ശേരിയിൽ ഒരു സെന്റ് ജോസഫ്സ് കോളേജ് ഉണ്ട്. അവിടെയൊക്കെ ഇത് പഠിക്കാൻ നല്ലത്. അമൃത യൂണിവേഴ്സിറ്റിയുടെ കോളേജിൽ കൊല്ലത്ത് പഠിക്കാം. ഡിസൈനിങ് നല്ലതാണ്. BSc ഫിസിക്സിന് ശേഷം MSc ഫിസിക്സ് ഉണ്ട്. MScയിൽ ആസ്ട്രോഫിസിക്സ് ഉണ്ട്, പ്ലാസ്മ ഫിസിക്സ് ഉണ്ട്, ഫോറൻസിക് സയൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വരാം. BSc ഫിസിക്സിന് ശേഷം MSc ഫിസിക്സ് തന്നെ പഠിച്ച ടീച്ചിങ്ങിലോ റിസർച്ചിലോ വരാം. എയർ ട്രാഫിക് കൺട്രോളർ ആവാം, ATC എയർപോർട്ടിലും സീപോർട്ടിലും ഒക്കെ. അങ്ങനെയൊക്കെ വരാം. ബെസ്റ്റ് കോളേജ് ഫോർ സ്റ്റഡിങ് ഇക്കണോമിക്സ് പഠിക്കാൻ നമ്മുടെ നാട്ടിലുള്ള കോളേജ് ഒക്കെ കോഴിക്കോടൊക്കെയാണ്. ഫറൂഖ് കോളേജ് നല്ലതാണ്. ദേവഗിരി വളരെ നല്ലതാണ്. മൈക്രോബയോളജി നല്ലതാണ്. ഡിഗ്രി സാഫി കോളേജിലുണ്ട്. പിന്നെ EMA കോളേജ് കൊണ്ടോട്ടിയിലുണ്ട്. മൈക്രോബയോളജിയിൽ ഡിഗ്രി പഠിച്ച് PG പഠിച്ച് ആ മേഖലയിൽ നമ്മൾ ഹോസ്പിറ്റൽസിൽ ജോലി, പാരാമെഡിക്കൽ റിസർച്ച് നടത്തുന്ന സ്ഥാപനങ്ങളിൽ ജോലി, പാത്തോളജി ലാബുകളിൽ ജോലി, അങ്ങനെയൊക്കെ ജോലിയിൽ വരാം മൈക്രോബയോളജി.
JSS കോളേജ് ഇൻ മൈസൂർ നല്ലതാണ്, പാരാമെഡിക്കൽ പഠിക്കാൻ നല്ലതാണ്, ആയുർവേദം പഠിക്കാൻ നല്ലതാണ്, അവർക്ക് ലോ പഠിക്കാൻ നല്ലതാണ്, അവരുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നല്ലതാണ്. മെറ്റീരിയോളജിക്കൽ കോഴ്സ് സ്കോപ്പ് ഡീറ്റെയിൽസ് നല്ലതാണ്. ബിടെക്കിന് ശേഷം പഠിക്കാം, ബിടെക്കിൽ പഠിക്കാം, മെറ്റലർജി പഠിക്കാം, മെറ്റീരിയോളജി പഠിക്കാം, പിന്നെ വെപ്പൺ എഞ്ചിനീയറിംഗ് പഠിക്കാം, ഒക്കെ പറ്റും. കേരളത്തിൽ ഗവൺമെന്റ് കോളേജ് ഏത് എക്സാം വഴിയാണ് കയറാൻ പറ്റുക? കേരളത്തിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കീം വഴിയാണ് അഡ്മിഷൻ. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലാണെങ്കിൽ നേരിട്ട് യൂണിവേഴ്സിറ്റി അലോട്ട്മെന്റ്. BSc ഒപ്റ്റോമെട്രി ബെസ്റ്റ് കോളേജ് ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടിൽ ഒരുപാട് കോളേജ് ഉണ്ട് BSc ഒപ്റ്റോമെട്രി പഠിപ്പിക്കുന്ന. BSc പഠിച്ചാൽ ഓൾ ഗവൺമെന്റ് എക്സാം എല്ലാം എഴുതാം. BSc ഒപ്റ്റോമെട്രി പാരാമെഡിക്കൽ കോഴ്സ് ഏത് പഠിച്ചാലും ഗവൺമെന്റിലേക്കുള്ള എല്ലാ പരീക്ഷയും എഴുതാനായിട്ട് പറ്റും. +2 ബയോമാത്സ് എടുത്തവർക്ക് BCA പഠിക്കാൻ എന്ത് ടൈപ്പ് കമ്പ്യൂട്ടർ നോളജ് ആണ് വേണ്ടത്? BCA പഠിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ നോളജ് ഒന്നും വേണ്ട. +2 ബയോളജി മാത്സും പഠിച്ച ആളുകൾ കമ്പ്യൂട്ടർ സയൻസ് ഒന്നും പഠിക്കാതെ തന്നെ BCA പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ യാതൊരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് പഠിക്കാം. കമ്പ്യൂട്ടറിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അറിയാലോ. പിന്നെ പ്രോഗ്രാമിംഗും ലാംഗ്വേജസ് ഒക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. വിച്ച് ഈസ് ദ ബെസ്റ്റ് BSc വിച്ച് വി ഗെറ്റ് മോർ സാലറി? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എന്ന് ചോദിച്ചാൽ എന്താ പറയാ, ആരാ ചോദിച്ചത്? അങ്ങനെ ബെസ്റ്റ് സാലറി ഒന്നും നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പിന്നെ അത് ബെസ്റ്റ് സാലറി കിട്ടുന്ന കോഴ്സ് ഏതാന്ന് പറയാൻ കഴിയില്ല. അത് ഓരോ കോഴ്സിനനുസരിച്ച് നമ്മളെ കഴിവിനനുസരിച്ചാണ്. പിന്നെ BSc മാത്രം പഠിച്ചാൽ അങ്ങനെ ജോലി കിട്ടുമോ എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. അതിനുശേഷം ഉപരിപഠനം നടത്തണമല്ലോ, അതിനനുസരിച്ചിരിക്കും. ഫാമിലി പ്രൈവറ്റ് ആയിട്ട് പഠിക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 6 ലക്ഷം രൂപയുടെ ഒക്കെ ആ റേഞ്ചിലൊക്കെ ഫീസ് വരും. അത് 6ന്റെ മേലോട്ട് പോകാനാണ് സാധ്യത. ആഫ്റ്റർ BSc ബോട്ടണിക് ആൻഡ് ഫോറൻസിക് സയൻസ്, കുറച്ചുകൂടെ കെമിസ്ട്രിക്കാർക്കാണ്. കെമിസ്ട്രി, പിന്നെ ഫിസിക്സ് അതൊക്കെ പഠിച്ച ആളുകളാണ്, അതിന് സുവോളജി ഒക്കെ പഠിച്ച ആളുകളാണ്. കേരളത്തിൽ MBBS കീം നിർബന്ധമാണ്. കീം നിർബന്ധമല്ല, പക്ഷെ കീമിൽ അപേക്ഷിക്കണം, മെഡിക്കൽ എന്നുള്ളത് കാണിക്കണം. നീറ്റാണ് എഴുതേണ്ടത്. മിനിമം മാർക്ക് റിക്വയർഡ് ടു ഗെറ്റ് അഡ്മിഷൻ ഇൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇൻ ഇന്ത്യ. പിന്നെ നീറ്റില് നമുക്ക് കേരളത്തിലെ ഇന്ത്യയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ഞാൻ മാർക്ക് എന്ന് പറഞ്ഞാൽ 720 മാർക്ക് ഉണ്ടല്ലോ. നമ്മൾ ആ മാർക്കിൽ ഏകദേശം ഒരു 640ന്റെ മേലോട്ട് മാർക്കുള്ള ആളുകളൊക്കെയാണ് അങ്ങനെ ഗവൺമെന്റ് കോളേജസിൽ അഡ്മിഷൻ വാങ്ങുന്നത്. അതാണ് രസം. ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ള മൊത്തം ഞാൻ പറയുന്നത്, ഓൾ ഇന്ത്യ കോട്ടയൊക്കെ വെച്ചിട്ട്. അല്ലാത്തൊക്കെ 680ന്റെ മേലെ, 670ന്റെ മേലെ, 690ന്റെ മേലേക്ക്. സർ, ക്യാൻ യു നെയിം സം കോളേജ് ഇൻ തമിഴ്നാട് ഫോർ ഒപ്റ്റോമെട്രി? ഒപ്റ്റോമെട്രി കുറെ കോളേജസ് ഉണ്ട്. അത് പിന്നെ തമിഴ്നാട്ടിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ഈ പിന്നെ കോയമ്പത്തൂർ സൈഡിലൊക്കെ കോളേജസ് ഉണ്ട്, ഈറോഡ് സൈഡിലൊക്കെ കോളേജ് ഉണ്ട്. പിന്നെ നമ്മളെ ജംഷിദ് സാർ കുറച്ച് തമിഴ്നാട്ടിലെ കോളേജസ്, പിന്നെ അല്ലെങ്കിൽ കർണാടകയിലെ കുറച്ച് കോളേജിന്റെ ഒപ്റ്റോമെട്രി കോളേജിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇവർക്കൊന്ന് ഈ മെസ്സേജിൽ ഇടണേ. പ്രൈവറ്റ് ആയിട്ട് ആനിമേഷൻ ഓർ മൾട്ടിമീഡിയ പഠിക്കാൻ എത്ര രൂപയാവും? ഒരു 3 lakh ഒക്കെ വരും. ഓൾമോസ്റ്റ് 3 lakh ആ ബിൽ അത്രയൊക്കെ വരുള്ളൂ. ഹൗ മച്ച് വാണ്ട് ടു സ്കോർ ഇൻ വെറ്റിനറി ഇൻ കേരള? കേരളത്തിൽ MBBS കഴിഞ്ഞാൽ പിന്നെ BDS, ഗവൺമെന്റ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഡിമാൻഡ് ഇതിനായതുകൊണ്ട് ഏകദേശം ഒരു 650ന്റെ മേലെ മാർക്ക് കിട്ടേണ്ടി വരും നീറ്റിന്. പിന്നെ റാങ്ക് ഒക്കെ നോക്കുന്ന സമയത്ത് എന്താണ് MBBSന്റെ റാങ്ക് കഴിഞ്ഞ് തൊട്ട് താഴെയാണ് വരുന്നത്. 3000-നും 4000ത്തിന്റെ ഇടയിലൊക്കെ, 2500നും 3500-നൊക്കെ ഇടയിൽ വന്നാൽ വെറ്റിനറി കിട്ടും. 4000ത്തിന്റെ ഉള്ളിൽ വരെ കിട്ടും. കീം എത്ര റാങ്ക് വന്നാൽ ഫാംഡി ഗവൺമെന്റ് ആയിട്ട് പഠിക്കാം? ഏറ്റവും ടോപ്പിൽ വരണം. അതിന്റെ ഫാർമസി റാങ്ക് ലിസ്റ്റ് തന്നെ ഉണ്ട്. ഫാർമസി റാങ്ക് ലിസ്റ്റിന് ആദ്യത്തെ 1000ന്റെ ഉള്ളിലൊക്കെ വരണം ഫാർമസി റാങ്ക് ലിസ്റ്റിൽ. BSc അഗ്രികൾച്ചർ പഞ്ചാബ് യൂണിവേഴ്സിറ്റി നല്ലതാണോ? ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ആണോ ചോദിക്കുന്നത്? ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ആണോ? എവിടെയാണെങ്കിലും ICAR അംഗീകാരം വേണേ. ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ അംഗീകാരം വേണം. അത്രയും ദൂരെ പോകണമെന്നുള്ളതാ. തൊട്ടടുത്ത തമിഴ്നാട്ടിലൊക്കെ ഉണ്ടല്ലോ. ഈസ് ദർ എനി സീറ്റ് ഇൻ ജിപ്മർ ഇൻസ്റ്റിറ്റ്യൂഷൻ BSc ക്ലിനിക്കൽ ന്യൂട്രീഷൻ? ഹൗ ക്യാൻ വി സെക്യൂർ ഇറ്റ്? പിന്നെ അവരുടെ കോഴ്സുകൾ, ജിപ്മറിന്റെ കോഴ്സുകളൊക്കെ അവർക്കൊരു പ്രത്യേക പരീക്ഷയുണ്ട്. ആ പരീക്ഷ വഴിയാണ് അവർ അഡ്മിഷൻ നടത്തുന്നത്. ക്രിമിനോളജി സ്റ്റഡീസ് കോപ്പാൻ കോളേജ് നല്ലതാണ്. ലോ പഠിച്ചതിന് ശേഷം, സൈക്കോളജി പഠിച്ചതിന് ശേഷം, ഫോറൻസിക് സയൻസ് പഠിച്ചതിന് ശേഷം ഒക്കെ ക്രിമിനോളജി പഠിച്ചാൽ ആ മേഖലയിൽ ജോലി എടുക്കാനുള്ള അവസരം. മൈക്രോബയോളജി, നമ്മുടെ നാട്ടിലുള്ള കുറെ കോളേജുകളിൽ മൈക്രോബയോളജി ഉണ്ട്. ഒരുപാട് മൈക്രോബയോളജി കോളേജസ് ഉണ്ട്. BA ഇംഗ്ലീഷിന് ശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഫീ ഇല്ലാത്ത കോഴ്സുകളൊക്കെ പഠിക്കാൻ പോളിടെക്നിക് കോഴ്സുകളുണ്ട്. പോളിടെക്നിക്കുകളിൽ ഫീസ് ഇല്ലാതെ പഠിക്കാം. ചെറിയ ഫീസേ ഉള്ളൂ, നോർമൽ ഫീസ്. കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കാം. TTC ഗവൺമെന്റ് സെക്ടറിൽ ഫീസ് കുറവാണ്. ഡിഗ്രി കോഴ്സുകൾ ഫീസ് വളരെ കുറവാണ് ഗവൺമെന്റിൽ. ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി സാധ്യതയുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർ ചെയ്യാം. ഫിദ ഫാത്തിമ ചോദിച്ചത് നല്ലതാണ്. ജോലി സാധ്യതയുണ്ട്. പഠിച്ചാൽ ജോലി സാധ്യതയുള്ളതാണ്. ഡിപ്ലോമ ഉണ്ട്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ട്. അനസ്തേഷ്യ ടെക്നോളജി ഒക്കെ ഉണ്ട്. BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കേരളത്തിൽ എവിടെയാണുള്ളത്?
കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പം. കേരളത്തിന് പുറത്തേ ഉള്ളത്. കേരളത്തിൽ ആകെ 10-ൽ താഴെ പാരാമെഡിക്കൽ കോഴ്സ്. അത് പിന്നെ നഴ്സിംഗ്, ഫാർമസി, മെഡിക്കൽ ലാബ് ടെക്നോളജി, ഫിസിയോതെറാപ്പി, ഒപ്റ്റോമെട്രി, പെർഫ്യൂഷൻ ടെക്നോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, ന്യൂറോളജി, അങ്ങനെ കുറച്ച് കോഴ്സുകളേ ഉള്ളൂ. ഫാർമഡിക്ക് നീറ്റ് വേണ്ട. BSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് വളരെ നല്ലതാണ്. ഡെൻഡ്രൈറ്റ്സ് എന്നല്ല, ഡയറ്ററ്റിക്സ് എന്നാണ്, ടൈപ്പിൽ മിസ്റ്റേക്ക് വന്നിരിക്കും. BSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് പഠിച്ചാൽ ആ മേഖലയിൽ നമ്മൾ വലിയൊരു സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്. BSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, ഏത് ഭക്ഷണം കഴിക്കണം, ഏത് രോഗാവസ്ഥയിൽ ഏത് ഭക്ഷണം കഴിക്കണം, അങ്ങനെയൊക്കെ നിർദ്ദേശം കൊടുക്കുന്നത് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് പഠിച്ച ആൾക്കാരാണ്. ഫാർമഡി കോളേജസ്, പ്രൈവറ്റ് കോളേജസ് ഉണ്ട്, ഡിസൈൻ സ്കോപ്പ് ഉണ്ട്. കേരളത്തിൽ ആർക്കിടെക്ചർ ഫീൽഡ് നല്ല സാധ്യത ഉണ്ട്. ടൗൺ പ്ലാനിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് കൺവെൻഷൻ സെന്റേഴ്സ്, മാളുകൾ, ഷോപ്പിംഗ് മാളുകൾ, റോഡ്സ്, ബ്രിഡ്ജസ്, ബിൽഡിങ്സ്, വീടുകൾ, ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നിടത്ത് ആർക്കിടെക്ചേഴ്സിന് നല്ല ജോലി സാധ്യതയുണ്ട്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BArch ആർക്കിടെക്ചർ, രണ്ടിനും നല്ല സാധ്യതയാണ്. അതിൽ BArch ആർക്കിടെക്ചറിന് കുറച്ചുകൂടെ ജോലി സാധ്യതയുണ്ട്. BSc ഒപ്റ്റോമെട്രി നല്ലതാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചാൽ KSEB-യിൽ ജോലിയുണ്ട്, ഇന്ത്യൻ റെയിൽവേയിൽ ജോലിയുണ്ട്, ഡിഫൻസിൽ ജോലിയുണ്ട്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിൽ പരീക്ഷ എഴുതിയിട്ട് വരാം, പറ്റും, നല്ലതാണ്. ഫുഡ് ടെക്നോളജി നല്ലതാണ്, പറഞ്ഞു. സൈബർ സെക്യൂരിറ്റി പറഞ്ഞു. കാർഡിയാക് കെയർ ടെക്നോളജി പറഞ്ഞു, നല്ലതാണ്. ലോജിസ്റ്റിക്സ് നല്ലതാണ്. ലോജിസ്റ്റിക്സ് മേഖലയിൽ BBA ഉണ്ട്, BBA ലോജിസ്റ്റിക്സ്. ചില സ്ഥാപനങ്ങൾ BVOC ലോജിസ്റ്റിക്സ്, BCom ലോജിസ്റ്റിക്സ്, അങ്ങനെ കുറെ കോഴ്സുകളുണ്ട്, നല്ലതാണ്. ലോജിസ്റ്റിക് കമ്പനികളിൽ ജോലി ചെയ്യാൻ പറ്റും, ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റും, വെയർഹൗസ് ഇൻവെന്ററിയിൽ ജോലി ചെയ്യാൻ പറ്റും, പർച്ചേസിംഗിൽ ജോലി ചെയ്യാൻ പറ്റും, വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ഇമ്പോർട്ട് മേഖലകളിൽ ജോലി ചെയ്യാൻ പറ്റും, ഇന്റർനാഷണൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റും, അതിനൊക്കെ പറ്റും. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഇന്ത്യ തീർച്ചയായിട്ടും ഉണ്ട്. പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കുന്ന, കെമിക്കൽ ഉണ്ടാക്കുന്ന കമ്പനികൾ, പെയിന്റ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ, അങ്ങനെ എല്ലാ മേഖലയും, പെട്രോളിയം കമ്പനികൾ, പെട്രോ കെമിക്കൽ കമ്പനികൾ, മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലുള്ള സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളുകൾക്ക് ജോലി കിട്ടും. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ പറ്റും, തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും, തീർച്ചയായിട്ടും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ നല്ലത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഇലക്ട്രോണിക്സ് ഒക്കെയാണ് കുറച്ചുകൂടെ. BSc ഏത് പഠിച്ചാലും ഗവൺമെന്റ് ജോബ് ടെസ്റ്റ് എഴുതാം. BA ഇംഗ്ലീഷിന് ശേഷമുള്ള പറഞ്ഞു, ലോജിസ്റ്റിക്സ് പറഞ്ഞു, ബാങ്ക് ടെസ്റ്റിനുള്ള പറഞ്ഞു, PE പറഞ്ഞു, അക്കൗണ്ടിങ് റിലേറ്റഡ് കോഴ്സ് ഏതൊക്കെയാണ്, ജോബ് പറഞ്ഞു. അക്കൗണ്ടിങ് റിലേറ്റഡ് ജോബ് എന്ന് പറഞ്ഞാൽ BCom-ൽ അക്കൗണ്ട്സ് ഉണ്ട്, BVOC-ൽ ബാങ്കിങ് ആൻഡ് അക്കൗണ്ട്സ് ഉണ്ട്, അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് ഉണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊഫഷണൽ അക്കൗണ്ടിങ് ഉണ്ട്, ACCA, CMA, CFA, CA, CMA, CIMA, CPA ഓസ്ട്രേലിയ, ഇതൊക്കെ അക്കൗണ്ടിങ് കോഴ്സുകളാണ്. BCom, MCom അതൊക്കെ പഠിക്കാം. BA ഇംഗ്ലീഷ് കഴിഞ്ഞ് MBA എടുക്കുന്ന നല്ല ഓപ്ഷനാണ്, ഒരു കുഴപ്പമില്ല. ഏത് വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞാൽ MBA-ക്ക് പോകാൻ പറ്റും, അതുകൊണ്ട് യാതൊരു പ്രശ്നവും അതിനകത്തില്ല. BSc നഴ്സിംഗ് സാധ്യതയുള്ളതാണ്, അവസരമുള്ളതാണ്, ഞാൻ പറഞ്ഞു. ഒരുപാട് ജോലി സാധ്യതയുണ്ട്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പറ്റും. BA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് MBA എടുക്കുമ്പോൾ കുറച്ചുകൂടെ പിന്നെ ഇതൊക്കെ എടുക്കാം, എന്താണ് മീഡിയ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ്, അങ്ങനെയുള്ള സ്പെഷ്യലൈസേഷൻ ഒക്കെ ആവാം. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഒരൊറ്റ ചാറ്റിൽ ഒരു ചോദ്യം കൂടെ, ഒറ്റ ചോദ്യം. BCA ജോബ് ഓപ്പർച്യൂണിറ്റി വളരെയധികം ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. IT കമ്പനികളിലൊക്കെ ജോലിയുണ്ട്. BCക്ക് ശേഷമുള്ള കോഴ്സുകളും പഠിക്കാം, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. BCക്ക് ശേഷം ഞാൻ നേരത്തെ കുറെ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ പറഞ്ഞിരുന്നു, അത്തരം കോഴ്സുകളൊക്കെ പഠിക്കാനുള്ള അവസരമുണ്ട്. ഓക്കെ, അപ്പൊ അവസാനിപ്പിക്കാം എന്നാല്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ, ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ടോ Q&A-ല്? BSc നഴ്സിംഗ് പറഞ്ഞു. ഓക്കെ, പിന്നെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ വന്നാല് പിന്നെ പേഴ്സണലായിട്ട് എന്റെ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. 9048001500 എന്ന നമ്പറിൽ. ജംഷീദ് സാർ എന്റെ നമ്പറും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്യണം. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കുക. +2 സയൻസ് നല്ല ഓപ്ഷനാണ്, അതിനുശേഷം നല്ല കോഴ്സ് എടുക്കുക. +2 റിസൾട്ട് വന്നതിന് ശേഷം മാർക്കിനൊക്കെ അനുസരിച്ച് ഒരു തീരുമാനം എടുക്കുക. മെഡിക്കൽ, പാരാമെഡിക്കൽ അങ്ങനെയുള്ള മേഖലയിലൊക്കെ തീരുമാനം എടുക്കാം. അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിൽ സംശയം നിങ്ങൾക്ക് വന്നാലും, അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഹെൽപ്പ് ലൈൻ വന്നാലും, അതിന്റെ ഡോക്യുമെന്റേഷൻ വന്നാലും പിന്നെ ഒക്കെ നിങ്ങൾക്ക് എജുസോണുമായിട്ട് കോൺടാക്ട് ചെയ്യാം. എജുസോൺ വർഷങ്ങളായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന, വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ അഡ്മിഷൻ നടത്താൻ കുട്ടികൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനമാണ്. കേരളത്തിൽ ഒരുപാട് ഓഫീസുകളുണ്ട്. അതിന്റെ കുറെ ലിങ്കൊക്കെ നിങ്ങൾക്ക് ഈ മെസ്സേജിൽ, ചാറ്റിൽ ഇട്ടിട്ടുണ്ടാവും, നിങ്ങളത് കാണുക. അപ്പൊ ഈ വെബിനാറിൽ വരാൻ കഴിഞ്ഞതിൽ, നിങ്ങളുമായിട്ട് കുറെ സമയം സംസാരിക്കാൻ കഴിഞ്ഞതിൽ, കുറെ കാര്യങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എന്ത് സംശയം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എനിക്ക് വാട്സപ്പ് ചെയ്യണം. ഈ വിളിച്ചാല് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് വാട്സപ്പ് പറയുന്നത്. മെസ്സേജ് ചെയ്യുക, ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് റിപ്ലൈ അയച്ചു തരും. കാര്യങ്ങളെ കുറിച്ച് അറിയാത്തത് കൊണ്ടോ പറഞ്ഞു തരാൻ ആരും ഇല്ലാത്തത് കൊണ്ടോ എവിടെയും എത്താതായി പോകരുത്. അപ്പൊ എല്ലാവരുടെയും മധുരം നിറഞ്ഞ ഭാവിയിലേക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
താങ്ക് യു ജെറീഷ് സർ. ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ കുറെ ആൾക്കാർ കുറെ കോഴ്സിന്റെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പരിമിതമായ സമയം അനുസരിച്ചിട്ട് ജെറീഷ് സാർ എല്ലതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഓൺലൈൻ കൗൺസിലിംഗിന് വേണ്ടിയിട്ടോ കോഴ്സ് സെലക്ഷന് വേണ്ടിയിട്ടോ അഡ്മിഷൻ റിലേറ്റഡ് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. അപ്പൊ അതിനൊരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഫോം ചാറ്റ് ലിസ്റ്റിൽ ഇടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഫോം ഫില്ലപ്പ് ചെയ്ത് അയക്കാം. അപ്പൊ ഞങ്ങളുടെ സീനിയർ കൗൺസിലേഴ്സ് ഓഫീസിൽ നിന്ന് നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. അതുപോലെ ഞങ്ങളുടെ കമ്പനി ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ ഫോൺ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ജെറീഷ് സാറിന്റെ നമ്പർ ഉണ്ട്. അപ്പൊ എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും യു ക്യാൻ കം ടു us. സോ ഐ എം താങ്കിങ് ഓൾ ഓഫ് യു ഫോർ ബീങ് പാർട്ട് ഓഫ് ടുഡേസ് വെബിനാർ. സോ ഞങ്ങളിതും അടുത്ത ആഴ്ചയും പുതിയൊരു ടോപ്പിക്കായിട്ട് ഞങ്ങൾ വരുന്നുണ്ടാവും. ഞങ്ങളുടെ ഫേസ്ബുക്ക് ആണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബ് ആണെങ്കിലും നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഈ എഡ്യൂക്കേഷണലായിട്ട് ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഞങ്ങളിത് ഫ്രീക്വന്റ്ലി ആയിട്ട് ചെയ്യുന്നുണ്ടാവും. താങ്ക് യു ഓൾ. സാധ്യതകൾ, കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, അഡ്മിഷൻ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് ഞങ്ങളെ ബന്ധപ്പെടാം. ഫോൺ 8156907907, www.admission.zone, www.eduzone.info, ഇമെയിൽ info@admission.zone, info@eduzone.info.